السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. سبحان الله. لا حول ولا قوة إلا بالله. നമ്മൾ 284 കഴിഞ്ഞു. അവസാനത്തെ 2 ആയത്തുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അപ്പോൾ ഇന്ന് നമുക്ക് സൂറത്തുൽ ബഖറയുടെ 285ഉം 286ഉം കാണാം. ആദ്യം 285ന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം. 285ാമത്തെ ആയത്തിന്റെ ട്രാൻസ്ലേഷൻ. റസൂലിന് അദ്ദേഹത്തിന്റെ റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ അദ്ദേഹവും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. എല്ലാവരും തന്നെ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ റസൂലുകളിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല. ഇതാണ് അവരുടെ നില. അവർ പറയുകയും ചെയ്യുന്നു, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ പൊറുക്കൽ അതാണ് ഞങ്ങൾ തേടുന്നത്. ഞങ്ങളുടെ റബ്ബെ, നിന്റെ അടുക്കിലേക്കത്രേ തിരിച്ചു വരവും. വാക്കർത്ഥം നോക്കാം. ആമന റസൂൽ, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില, അവതരിക്കപ്പെട്ടതിൽ. ഇലൈഹി, അദ്ദേഹത്തിന്. മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്. മിൻ പ്ലസ് റബ്ബ് പ്ലസ് ഹി. ഓക്കെ. വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും. കുല്ലുൻ ആമന, എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ ആമന സെയിം റൂട്ട് വരുന്ന 3 വാക്കുകളുണ്ട്. മുഅ്മിനൂൻ, ആമന, ആമന 2 പ്രാവശ്യം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന റൂട്ടുകളാണല്ലോ. ബില്ലാഹി, അള്ളാഹുവിൽ. വ മലായികതിഹി, അവന്റെ മലക്കുകളിലും. വ കുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിലും. വ റുസുലിഹി, അവന്റെ റസൂലുകളിലും അല്ലെങ്കിൽ ദൂതന്മാരിലും. ലാ നുഫർരിഖു, ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുകയില്ല. നുഫർരിഖ് ഫ റോ ഖാഫ്. ബൈന അഹദിൻ, ഒരാൾക്കിടയിലും. മിർ റുസുലിഹി, അവന്റെ റസൂലുകളിൽ നിന്ന്. വഖാലു, അവർ പറയുകയും ചെയ്തു അല്ലെങ്കിൽ പറയുന്നു. സമിഅന, ഞങ്ങൾ കേട്ടു. വ അതഅന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. അതഅന തോ വാവ് ഐൻ. ഓഫ്രാനക, നിന്റെ പൊറുക്കൽ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. വ ഇലൈക, നിന്നിലേക്ക് തന്നെയാണ്. അൽ മസീർ, തിരിച്ചുവരവ് അല്ലെങ്കിൽ പര്യവസാനം. സ്വാദ് യ റോ. തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ആമന റസൂൽ. ഓക്കെ, റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്ന് യാതൊന്ന് അവതരിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഇറക്കപ്പെട്ടോ. പക്ഷെ ഇവിടെ റസൂല് മാത്രമല്ല, ആര്? വൽ മുഅ്മിനൂൻ, വിശ്വാസികളും കൂടെയാണ് അല്ലെ. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടുണ്ട്, വിശ്വാസികളും മുഅ്മിനീങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. എന്തിലാണ് അവർ വിശ്വസിച്ചത്? ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, എന്തൊന്നാണോ അവരുടെ റബ്ബിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത്, അവനിലേക്ക് ഇറക്കപ്പെട്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കണം അല്ലെ. അതിനകത്ത് ഈമാൻ ഉണ്ടെന്നാണ് ഈ വിശ്വസിച്ചു ആമന എന്ന് പറയുന്നത്. എന്താണ് ഈമാൻ? നമ്മൾ ഫസ്റ്റ് പഠിച്ച ആദ്യമേ ഉണ്ടായിരുന്നവരുടെ അടുത്ത് പറയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എൽമിറ്റ് അമലില് പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ആ ലെസൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ. എന്താണ് ഈമാന്റെ ഡെഫിനേഷൻ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്ക്. മൈക്ക് മ്യൂട്ട് ആയതുകൊണ്ട് ഞാൻ കേൾക്കൂല. എന്നാലും നമ്മൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആ ഒരു ആയത്തിനകത്ത് ഈമാന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഈമാന്റെ ടെക്നിക്കൽ ഡെഫിനേഷൻ? അത്തസ്ദീഖ് മഅൽ ഖുബൂൽ വൽ ഇദ്ആൻ അല്ലെ. എന്താണ് ഈമാൻ? അത്തസ്ദീഖ് എന്താണ്? സത്യപ്പെടുത്തല്. പിന്നെ മഅൽ ഖുബൂൽ, അതിനെ സ്വീകരിക്കൽ അല്ലെ, ഖുബൂൽ ചെയ്യല്. മാത്രമല്ല സത്യപ്പെടുത്തുകയും സ്വീകരിച്ചാലും മാത്രം പോരാ, ഇത് ആൻ കൂടെ ചെയ്യണം അല്ലെ. അതിന് കീഴൊതുങ്ങണം. അതായത് ആ വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണോ അതെല്ലാം ചെയ്യുകയും വേണം. അത് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങൽ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങൽ എങ്ങനെയാണ്? അള്ളാഹു എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക അല്ലെ. എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം അതാണ് ഇദ്ആൻ.
അപ്പം ആമന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, പ്ലസ് കീഴൊതുങ്ങിയിട്ടുമുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ റസൂലിലേക്ക് അവതരിപ്പിച്ചത് അതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്വീകരിച്ചു, സത്യപ്പെടുത്തി, കീഴൊതുങ്ങി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത്? സൂറത്തുൻ നിസാഇല് 113 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അള്ളാഹു നിനക്ക് വേദപുസ്തകവും തത്വജ്ഞാനവും ഇറക്കി തന്നു അല്ലെ. അത് നിനക്ക് ഗ്രന്ഥം, ആ ബുക്ക് ഏതാണ്? ബുക്ക് നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ എന്താ? ഹിക്മ. എന്താ ഹിക്മ? നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ഹിക്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുന്നയുടെ ഫോമിൽ അല്ലെ, സുന്നത്തിന്റെ ഫോമിൽ ഇറക്കിയിട്ടുള്ള, അതായത് എങ്ങനെയാണ് ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിനെ ജീവിച്ച് കാണിക്കേണ്ടത് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതായത് റിസൈറ്റ് ചെയ്യപ്പെടുന്ന, ഓതപ്പെടുന്ന വഹിയും ഓതപ്പെടാത്ത വഹിയും, അതായത് ഖുർആനും സുന്നത്തും അല്ലെ. അതിലുള്ള എല്ലാ കൽപ്പനകളും, എല്ലാ വിവരങ്ങളും, എല്ലാ അറിവുകളും, എല്ലാ ഫാക്ട്സും അല്ലെ, എല്ലാം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഈ രണ്ട് രീതിയിൽ കിതാബായിട്ടും ഹിക്മത്തായിട്ടും ഇറക്കിയിട്ടുണ്ട്. അപ്പം എന്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നു പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, കിതാബിലും സുന്നത്തിലും വിശ്വസിക്കുന്നു, അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് അതിന് കീഴൊതുങ്ങിയിരിക്കുന്നു. അപ്പം എന്താണോ അത് വിശ്വസിക്കുന്നതിലൂടെ ചെയ്യേണ്ടത് അല്ലെ. അപ്പം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ എന്ന് പറയുന്നത് ആ ഒരു ഖുർആനിലും സുന്നത്തിലും എന്തുണ്ടോ അതിനെല്ലാം സ്വീകരിക്കുക അല്ലെ, അതിനെല്ലാം വിശ്വസിക്കുക എന്ന് പറയുന്നത് അതിനെല്ലാം സ്വീകരിക്കുക, സത്യപ്പെടുത്തുക, അത് പറയുന്നതെല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് വെറുതെ അല്ലെ എനിക്ക് വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വിശ്വസിക്കുന്നു എന്ന് പറയാൻ മാത്രമല്ല റസൂൽ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എത്ര പ്രയാസമായിരുന്നെങ്കിലും അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. സ്വന്തം നാട് വിടേണ്ട സാഹചര്യം വന്നപ്പോഴും ആ വിശ്വാസത്തിനെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാ കാണിച്ചു തന്നത്? പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഏറ്റവും അങ്ങേയറ്റത്തെ പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, യുദ്ധങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, വിശപ്പിന് അല്ലെ, സുബ്ഹാനല്ലാഹ്, നമുക്ക് സീറയൊക്കെ പഠിക്കുമ്പോൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സമയങ്ങളിൽ, ആ ഒരു 3 വർഷമൊക്കെ അല്ലെ, ആ ഒരു ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് മുമ്പുള്ള സമയമൊക്കെ നമ്മൾ കാണുമ്പോൾ വിശപ്പും അല്ലെ, എന്തൊക്കെ അവര് സഹിക്കണോ, പട്ടിണി, ദാരിദ്ര്യം, എന്തൊക്കെ സഹിക്കണോ അതെല്ലാം സഹിച്ചിട്ടും എന്താണ് കാണിച്ചു തന്നിട്ടുള്ളത്? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയ ഖുർആനും സുന്നത്തും നമുക്ക് സ്വീകരിച്ച് അല്ലെ, സത്യപ്പെടുത്തി ജീവിച്ച് അത് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അല്ലെ. അപ്പം ആമന എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഭയങ്കര ലൈറ്റ് അല്ലേ. നമ്മള് ദിവസവും രാത്രി ഈസി ആയിട്ട് ആമന റസൂൽ എന്ന് പറഞ്ഞിട്ട് ഓതി പോകുന്ന പോലെയല്ല, അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. അത്രയും കീഴൊതുങ്ങി അത് ഫുൾ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം അത് കൺവേ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഖുർആനിലുള്ള ഇൻസ്ട്രക്ഷൻസിൽ പെട്ടതാണ് അല്ലെ, ഖുർആനിലെ കൽപ്പനയിൽ പെട്ടതാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും. സുബ്ഹാനല്ലാഹ്. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമിച്ചിട്ടും അതിൽ ആളുകൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തൊക്കെ വിളിച്ചാലും ഭ്രാന്തനാണെന്നും അല്ലെ, മജീഷ്യൻ, സിഹ്ർ ചെയ്യുന്നവർ, മാരണക്കാരനാണെന്നും, ബുദ്ധിസ്ഥിരതയില്ലാത്തവരാണെന്നും, അങ്ങനെ പലതും സുബ്ഹാനല്ലാഹ് അള്ളാഹു അത്തരത്തില് അല്ലെ ഒരുപാട് ഇപ്പോഴും ഇന്നത്തെ കാലത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ, ആ വാക്കുകളൊന്നും ചിലപ്പോൾ നമ്മൾ നാവുകൊണ്ട് പറയാൻ പോലും പറ്റാത്ത വാക്കുകളൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അന്ന് അതൊക്കെ പറഞ്ഞിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതും ഈ ഗ്രന്ഥത്തിലുള്ള കൽപ്പനകളിൽ പെട്ടതാണ് അല്ലെ. എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്തത്? ആമന റസൂൽ, കാരണം അതിനകത്ത് വിശ്വസിച്ചിട്ടുണ്ട് അല്ലെ, വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം വിശ്വസിച്ച് ഓക്കെ ഖുർആൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കുക മാത്രമല്ല ചെയ്തത്, ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നിസ്കരിക്കുന്ന പറയല്ല ചെയ്തത്, അതെങ്ങനെ നിസ്കരിക്കണം എന്ന്, അത് എത്രത്തോളം ഏതറ്റം വരെ പറ്റും എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. രാത്രികളില് കാലില് നീര് വരുവോളം മണിക്കൂറുകളോളം ഓതി കരഞ്ഞ് നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾ സ്വതക്ക കൊടുക്കുന്ന മാത്രം പറയല്ല ചെയ്തത്, സ്വന്തം അരമുറുക്കി കെട്ടി കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് പോലും എങ്ങനെയാണ് സ്വതക്ക, എല്ലാത്തിന്റെയും ഒരു പീക്ക് എന്താണോ അത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അതിൽ നിങ്ങൾ പോയി ജിഹാദ് യുദ്ധം ചെയ്യുന്ന പറയല്ല ചെയ്തത്, പോയി യുദ്ധം ചെയ്തിട്ട് അതിന്റെ ഏതൊക്കെ അവസ്ഥകളിൽ എത്രത്തോളം അതിന് ഒരു സഹനത്തിന്റെ പീക്ക് ലെവലിലുണ്ടോ അതൊക്കെയും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ
നിങ്ങൾ സത്യം പറയണം എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, സത്യം ഏത് സാഹചര്യത്തിലും, എത്ര വലിയ അടി കിട്ടുന്ന ഉറപ്പുള്ള സാഹചര്യത്തിലും സത്യം പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അതാണ് ഈ ആമന റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് എന്ത് സിമ്പിളാ ഒരു ആമന റസൂൽ എന്ന് പറയാൻ. പക്ഷെ ആ ഒരു ഫുൾ ഒരു ജീവിതം എന്തായിരുന്നു, അതാണ് ഈ ആമന റസൂൽ. കാരണം വിശ്വസിക്കുന്നതിന്റെ റിസൾട്ടാണ് അതിനെ സത്യപ്പെടുത്തലും, അതിനെ സ്വീകരിക്കലും, അതിന് കീഴൊതുങ്ങലും, അത് ജീവിക്കലും. സുബ്ഹാനല്ലാഹ്. അപ്പം അത് കാണിച്ചിട്ടുണ്ട് അല്ലെ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിർത്തുന്നില്ല. വൽ മുഅ്മിനൂൻ, നമ്മൾ ദിവസവും വളരെ ഈസി ആയിട്ട്, വളരെ ലൈറ്റ് ആയിട്ട് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതിന്റെ കൂടെ ചേർത്ത് പറയുന്ന നമ്മളുടെ പേരുകളുണ്ട് അല്ലെ. നമ്മൾ മുഅ്മിനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ മുഅ്മിനീങ്ങളാണെന്ന് അല്ലെ. അപ്പം ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് പറയുന്ന ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ വൽ മുഅ്മിനൂൻ എന്ന് നമ്മൾ ദിവസവും രാത്രി എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് പറയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനൂൻ, മുഅ്മിന്റെ പ്ലൂരൽ. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടർന്ന്, ആ ഫുഡ് സ്റ്റെപ്സ് പിന്തുടർന്ന് വിശ്വാസികളും വിശ്വസിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിശ്വാസം? ഈ പറഞ്ഞ സംഭവം അല്ലെ. തസ്ദീഖ് ഉണ്ട്, ഖുബൂൽ ഉണ്ട്, ഇദാൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം വിശ്വാസികളുടെ, നമ്മളെ തന്നെ വിളിക്കുന്ന പേരാണ് മുഅ്മിൻ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിനുള്ള അർഹതയുണ്ടോന്ന് അല്ലാഹു അഅലം അല്ലെ. അപ്പം വിശ്വാസികളുടെ ഈമാൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതേപോലത്തെ ഈമാൻ അല്ലെ. അവര് എന്തിൽ വിശ്വസിക്കുന്നവരാണ്? മുർസിലിൽ വിശ്വസിക്കുന്നു, മുർസലിൽ വിശ്വസിക്കുന്നു, മുർസൽ ബിഹി. എന്താ മുർസിൽ? ആരാണോ ഇത് അയച്ചത് അല്ലെ, ഈ എന്താണോ അയച്ചത് അതിനെ അയച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ് മുർസിൽ. അള്ളാഹുൽ നമ്മൾ വിശ്വസിക്കുന്നു. ആരാണ് മുർസൽ? ആർക്കാണോ അയച്ചത് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. എന്താണ് മുർസൽ ബിഹി? എന്താണോ അയച്ചത്, ഖുർആനും സുന്നയും. സുബ്ഹാനല്ലാഹ്. അപ്പം വിശ്വാസികളുടെ ഈമാൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞത് എല്ലാം വിശ്വസിക്കലാണ്, അതിന് സത്യപ്പെടുത്തലാണ്, സ്വീകരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് അതിനു വേണ്ടിയിട്ട് കീഴൊതുങ്ങി ജീവിക്കലാണ്. ഇതുപോലെ എന്തെന്നെ വന്നു കഴിഞ്ഞാലും സത്യപ്പെടുത്തി ജീവിക്കലാണ്, കീഴൊതുങ്ങി ജീവിക്കലാണ്. അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഒരു മുഅ്മിന്റെ വിശ്വാസം. ആമന റസൂൽ അല്ലെ. മുഅ്മിൻ വിശ്വസിക്കല് ഇതാണ്. അല്ലാതെ അള്ളാഹ് ഹക്കാണ്, റസൂൽ ഹക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഹക്കാണ്, ഖുർആൻ ഹക്കാണ് എന്ന് വെറുതെ പറഞ്ഞു പോവലല്ല അല്ലെ. അതിൽ അതെന്തോ അതിൽ നിന്ന് അത് എന്തിനെ ഡിമാൻഡ് ചെയ്യുന്നു, അത് നമ്മൾ പറയുമ്പം അത് നമ്മളോട് എന്ത് ചെയ്യാൻ ഡിമാൻഡ് ചെയ്യുന്നു, അത് ചെയ്യലും കൂടെയാണ് ആമന അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനകത്ത് എല്ലാ കൽപ്പനകളും, ഖുർആനിലും സുന്നത്തിലും എല്ലാ കൽപ്പനകളും എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്തിയ, ഇതുവരെ ഈ നിമിഷം വരെ എത്തിയ എല്ലാം അനുസരിക്കല്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതിന് പെടുന്ന ഒരു കാര്യമാണ് ആ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കല്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ അല്ലെ, എങ്ങനെയാണോ ചെയ്തത് അതുപോലെ, അതേപോലെ ദീനിനെ ഡിഫെൻഡ് ചെയ്യൽ അല്ലെ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കൽ, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ നീ നാളെ തന്നെ അങ്ങോട്ട് ജിഹാദിന് ഇറങ്ങാനും വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓക്കെ, യുദ്ധം ചെയ്ത് അങ്ങോട്ട് ദാവ നടത്തിക്കളാം, അതല്ല പറയുന്നത്. നമ്മളുടെ വീടുകളിൽ നിന്ന് അല്ലെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ അവസരങ്ങളുണ്ട്. ചെറിയ ചെറിയ സിറ്റുവേഷൻസ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തരും അല്ലെ, ദാവ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇനി ഒരു ചെറിയ കുട്ടിക്ക് അലിഫ് ബാത്ത പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ പോലും അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ചിലപ്പോൾ കുറച്ച് പ്രായമായവരുണ്ടാവും, ശരിക്കും ഖുർആൻ ഓതാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലെ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലായിക്കോട്ടെ. ഏത് രീതിയിലൊക്കെ നമ്മളെ ദീനിനെ സ്പ്രെഡ് ചെയ്യാനും സംരക്ഷിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ഏതിൽ പെടുന്നതാണ്? ഈ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹിന്റെ കൂടെ വൽ മുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ അല്ലെ, വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മുഅ്മിനാന്ന് പറയുമ്പോൾ അതിൽ ബാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹു പറയുന്നു കുല്ലുൻ, അവരെല്ലാവരും ആമന ബില്ലാഹ്, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നു. വമലായികതിഹി, അവന്റെ മലക്കുകളിലും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ എക്സിസ്റ്റൻസ് അല്ലെ, അള്ളാഹ് ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിലനിൽപ്പ് ഇങ്ങനെയൊക്കെ ആണ് അല്ലെ. നമ്മൾ അഖീദയൊക്കെ പഠിക്കുമ്പോൾ കുറെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക. ഓക്കെ, അള്ളാഹുവിന്റെ എന്താ തൗഹീദ് എന്ന് പറയുന്ന അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അല്ലെ, ഉലൂഹിയ, അതിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ അസ്മാവ സിഫാത്തുകളിൽ വിശ്വസിക്കുക. എങ്ങനെയാ അതിലൊക്കെ വിശ്വസിക്കുക? ഇതേപോലെ നമ്മളിപ്പോ കുറച്ചു നേരത്തെ പറഞ്ഞ പോലെ എന്ത് കാര്യത്തിലും എങ്ങനെയാ വിശ്വസിക്കുക? അതിനെ സത്യപ്പെടുത്തുക, സ്വീകരിക്കുക, ആക്ട് അപ്പോൺ ഇറ്റ്. അത് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ
പ്രവർത്തിക്കുക. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ നമ്മൾ സത്യപ്പെടുത്തുന്നത്? ആദ്യം നമ്മൾ അറിയണം അല്ലേ, നമ്മൾ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. ഈമാൻ എന്ന് പറയുന്ന സംഭവം പഠിക്കുക തന്നെ വേണം. നമുക്കിപ്പം അസ്മാൽ ഹസ്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ടാവും. ചിലപ്പം എല്ലാ പേരുകളും അറ്റ്ലീസ്റ്റ് 99 പേരുകളെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിന്ന് വിശ്വസിച്ചു എന്ന് പറയോ അതോ പഠിച്ചു എന്ന് പറയോ? വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ അതിനെ സത്യപ്പെടുത്തണം, സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം അല്ലെ. അള്ളാഹുവിന്റെ ഏതൊക്കെ പേരുകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് ചോദിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ, പഠിക്കുകയും വേണം. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ അതിന്റെ കൂടെ വേണം. തസ്ദീഖ്, ഖുബൂൽ, ഇദാൻ. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളം സ്ട്രോങ് ആണോ നമ്മളുടെ ഈമാൻ, അത്രത്തോളം നമ്മുടെ അമല് സ്ട്രോങ് ആയിരിക്കും. കാരണം ഈമാനാണ് എന്ത്? ഫൗണ്ടേഷൻ. വേരിറങ്ങിയ ഒരു മരത്തിനെ മനസ്സിൽ കാണാം. വേരിറങ്ങിയ മരം നല്ലപോലെ വേരിറങ്ങി പടർന്നു പന്തലിച്ച വേരുള്ള മരത്തിന് എത്ര വലിയ കാറ്റ് തട്ടിയാലും അത് വീഴൂല അല്ലെ. നമ്മൾക്ക് ഈമാന്റെ അവസ്ഥ എന്താണ് നമ്മൾ നമ്മളോട് ചോദിക്കുക. എത്രത്തോളം നമ്മൾ ഈമാനെ കുറിച്ച് പഠിക്കുന്നു, എത്രത്തോളം നമ്മൾ ആ ഒരു അള്ളാഹുലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ലെങ്കിൽ സിഫാത്തുകളിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവോ, പഠിക്കുകയും കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകളും വരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ജീവിതം അല്ലെ. ആദ്യത്തെ 13 വർഷം അവരുടെ ഈമാൻ സ്ട്രോങ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ടെസ്റ്റുകൾ വന്നുകൊണ്ടേയിരുന്നു. ആ ടെസ്റ്റ് എന്തിനുള്ളതാ? ഈമാനിനെ കൂടുതൽ 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 സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അപ്പം അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അമൽ. അമൽ വലിയ പ്രയാസമൊന്നും ആവില്ല. അവർക്ക് ആ ജിഹാദും അല്ലെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഈ രാത്രിയിലൊക്കെ നിർത്താതെയുള്ള നമസ്കാരങ്ങളൊക്കെ അവർക്ക് എളുപ്പമായത് എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ഈമാൻ അത്രയും സ്ട്രോങ് ആയിരുന്നു. ഈമാനിന് വന്ന ടെസ്റ്റുകൾ അവർ പാസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മളൊക്കെ ഇപ്പോഴും നമ്മളുടെ ഈമാന്റെ ടെസ്റ്റിൽ സ്റ്റക്കാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഈമാൻ നമ്മൾ എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യുന്നു, എത്രത്തോളം സോളിഡ് ആക്കുന്നോ അത്രത്തോളം നമ്മുടെ അമലുകളിൽ അത് പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതിപ്പം അമലുകൾ ഈസി ആവും. ജിഹാദ് അത്ര ഈസി അവർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വേരിറങ്ങിയ ഈമാൻ ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അമലിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം സ്ട്രൈവ് ചെയ്യും അല്ലെ. അമല് പഠിക്കാനും അമല് ചെയ്യാനും എന്നിട്ടാണെങ്കിലും നമുക്ക് അമല് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. നമുക്ക് എല്ലാവർക്കും അല്ലെ, നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് പല കാര്യങ്ങളും പലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു അവയവം മാറ്റി വെച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അമലില് ഏറ്റവും ആദ്യം വേണ്ട ഒരു അവയവമുണ്ട്. അതിനവിടെ എന്താന്ന് ഞാൻ അവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം അല്ലെ. അതിനവിടെ മാറ്റി വെച്ചിട്ട് അമല് ചെയ്തിട്ട് അമലില് കോൺസെൻട്രേഷൻ ഇല്ലാതെ അമല് കൊണ്ടുള്ള റിസൾട്ട് ജീവിതത്തിൽ വരാത്ത ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഈമാനിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈമാൻ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. ഖുർആനിൽ എല്ലാ സ്റ്റേറ്റ്സ് ഓരോ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്നാലും ഈമാനിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അഖീദയെ കുറിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഈമാനിനെ സ്ട്രോങ്ങർ ആക്കുമ്പോൾ നമ്മുടെ അമലും അതേപോലെ ഈസി ആയി മാറും. സുബ്ഹാനല്ലാഹ്. ഈമാനാണ് സ്ട്രോങ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ രാത്രികളിലും നമ്മുടെ ആമന റസൂലിൽ നമുക്ക് തന്നെ വ്യത്യാസം കാണാൻ പറ്റും. ഇന്നലെ പറഞ്ഞ ആമന റസൂൽ വൽ മുഅ്മിനൂൻ അല്ലെ. ഇപ്പം ഇന്ന് ഒരു പക്ഷെ നമ്മൾ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, ഒരു ഉൾക്കിടൽ ഉണ്ടാവും. റബ്ബേ ഈ രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ നാളെ നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ബെറ്റർ ആയിട്ട് ഈ ഒരു ആയത്തിനെ നമുക്ക് റിസൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകൾ എടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം അവര് അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, അവന്റെ മലായിക്കത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് ഈ മലായിക്കത്തിന്റെ സൃഷ്ടാവാരാണ്? അള്ളാഹു അല്ലെ. അവർക്ക് ടാസ്കുകൾ കൊടുക്കുന്നതാരാണ്? അള്ളാഹു സുബ്ഹാനഹു തആല അല്ലെ. അപ്പം മലായിക്കത്തിൽ വിശ്വസിക്കുന്നവരാണ്. മാത്രമല്ല മലായിക്കത്ത് പ്രവാചകന്മാർക്ക് കൊണ്ടുവന്ന് കൊടുത്ത ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഖുതുബിഹി അല്ലെ. കിതാബിന്റെ പ്ലൂറലാണ് ഖുതുബ്. അവന്റെ ഗ്രന്ഥങ്ങൾ, എല്ലാ ഗ്രന്ഥങ്ങളും ഓക്കെ ഹിദായത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളാണ്. വറുസുലിഹി, അവന്റെ റസൂലുകളിൽ, റസൂലിന്റെ പ്ലൂറലാണ് റസൂൽ. ഓക്കെ. അപ്പം എല്ലാ മെസ്സഞ്ചേഴ്സിലും എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നവരാണ്. അപ്പം ഇത് ഒരു റസൂൽ എന്നല്ല പറയുന്നത് അല്ലെ, റുസുലിഹി എന്നാണ്. എല്ലാ റസൂലിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവര്. ആര്? മുഅ്മിനീങ്ങൾ അല്ലെ. അപ്പം
ഓരോരുത്തരിലും വിശ്വസിക്കണം. ഒരു റസൂലിനെ റിജക്ട് ചെയ്യാന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് പെട്ടതല്ല. അപ്പോൾ ഒരു റസൂലിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഫാക്ട് എവിടെയാണ് വിശ്വസിക്കാതിരിക്കുന്നത്? അള്ളാഹുവിനെ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അവരെ അയച്ചത്. അപ്പം അള്ളാഹ് എല്ലാ റസൂലിനെയും അള്ളാഹ് തന്നെയാണ് അയച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ റസൂലിലും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസവും നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരാളെ പോലും റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അള്ളാഹിനെയും അള്ളാഹു അയച്ച ഹിദായത്തിനെയും റിജക്ട് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, അവന്റെ ഈമാൻ, അവന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും നാവുകൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം അല്ലെ റസൂലാണ്, ഈസാ അലൈഹി സ്വലാം റസൂലാണ്, മൂസ അലൈഹി സ്വലാം റസൂലാണ്, നൂഹ് അലൈഹി സ്വലാം റസൂലാണ്. അപ്പം ആ ഒരു സംഭവം എല്ലാ റസൂലുകളിലും എന്താണ് വിശ്വസിക്കുക എന്നുള്ളത് ഈമാന്റെ കണ്ടീഷൻസിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, സൂറത്ത് ഹദീദില് 25-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി. ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കി കൊടുക്കുകയും ചെയ്തു. അല്ലെ, അപ്പം ആളുകൾക്ക് ഹിദായത്തിന് വേണ്ടിയിട്ട് ഞാൻ റസൂലുകളെ അയച്ചിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അല്ലെ, അപ്പം അവർക്ക് ഹിദായത്തിന് വേണ്ടി ഗ്രന്ഥങ്ങളും അല്ലെ, മഅഹുൽ കിതാബ്, അവർക്ക് ഗ്രന്ഥങ്ങളും അയച്ചിട്ടുണ്ട്. അത് ഏത് ഗ്രന്ഥമാണെങ്കിലും, തൗറാത്ത് ആയിക്കോട്ടെ, സബൂർ ആയിക്കോട്ടെ, ഇഞ്ചീൽ ആയിക്കോട്ടെ, അല്ലെ, നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയൂലയോ, അത് ശരിക്കും ഒറിജിനൽ ഫോമിൽ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് മറന്നു പോയിട്ടുണ്ടോ, എന്നാലും നമ്മൾ എന്ത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുണ്ട്. അല്ലെ, ഓക്കെ. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും ഖുർആനെയും. ഓക്കെ, കാരണം മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ വന്ന മെസ്സേജുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ എക്സാമ്പിൾസ് ഖുർആനിൽ വന്നിട്ടുണ്ട്. അല്ലെ, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എക്സാമ്പിൾ നമ്മളടുത്ത് ഫോളോ ചെയ്യാൻ പറയുന്നത് നമ്മൾ ഖുർആനിൽ പറഞ്ഞത് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ പഴയ ഗ്രന്ഥങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ള അതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന്, അത് മനുഷ്യന്മാർക്ക് ഹിദായത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ പിന്തുടരുക ഖുർആനെ മാത്രം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ആവും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ആരെങ്കിലും ഒരാള് ഇഞ്ചീലിനെ അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സുവിശേഷത്തിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചോ, സുബ്ഹാനല്ലാഹ്, അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ആ ഒരു പ്രവാചകൻ അല്ലെ, ഈസാ അലൈഹിസ്സലാമിന് അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാമിനോട് കാണിക്കുന്ന അനാദരവാണോ എന്നുള്ള ചോദ്യത്തിന് അത് ശരിയായ രീതിയിൽ റെസ്പെക്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ, വാദപ്രതിവാദം നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും അഹ്സനായ രീതിയിൽ, അല്ലെ, ഒരു ഉദ്ദേശത്തോടു കൂടി, അത് ആരെങ്കിലും കൺവിൻസ് ചെയ്യാൻ, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് സംസാരിക്കുകയാണ്, ഓക്കെ, ഇതിനകത്ത് ഇന്ന തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി, അല്ലെ, അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ റെസ്പെക്റ്റോടും കൂടിയാണ്, ഓക്കെ, ഇതിൽ തെറ്റുകളും തിരുത്തലുകൾ വന്നിട്ടുണ്ട്, കൈകടത്തലുകൾ വന്നിട്ടുണ്ട്, ആളുകൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്, ഒറിജിനൽ മെസ്സേജ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ അതിനെ എതിർക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്. ഖുർആൻ ഒരു തരത്തിലും എതിർക്കാനുള്ള യാതൊരു വകുപ്പില്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വതആല പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ പ്രിസർവ് ചെയ്യുന്നു ഉറപ്പ് തന്നിട്ടുള്ള ഗ്രന്ഥമാണ്. അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം മറ്റു മുമ്പുള്ള ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണെന്ന് വിശ്വസിക്കുക, പക്ഷെ നമ്മൾ അതിനെ പിന്തുടരില്ല. പക്ഷെ ആ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പിന്തുടരും. ഓക്കെ, പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് വേറൊരു ഗ്രന്ഥത്തിനെ നമുക്ക് റിഫ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി നമുക്ക് ചെയ്യാം. പക്ഷെ അത് മാത്രമായി പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. കാരണം പലർക്കും ഖുർആനേക്കാളും കൂടുതൽ മറ്റു ഗ്രന്ഥങ്ങളെ അറിയുന്ന സാഹചര്യം, നമ്മളൊന്നുമല്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ പെട്ടു പോകാതിരിക്കുക. കാരണം നമുക്ക് ചെയ്യേണ്ട, നമ്മളുടെ മേൽ ബാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഖുർആൻ അറിയാ, പഠിക്കുക, മനസ്സിലാക്കുക, ജീവിക്കുക എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറിപ്പോകുന്നതിന് തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അള്ളാഹു എളുപ്പാക്കട്ടെ എല്ലാവർക്കും. ആമീൻ. അപ്പം അള്ളാഹു അയച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അത് എല്ലാം അള്ളാഹു ആണ് അയച്ചതെന്നും എസ്പെഷ്യലി അവസാനത്തെ ഗ്രന്ഥമായ ഖുർആൻ, ഓക്കെ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രിസർവ് ചെയ്യും, അവസാന നിമിഷം വരെ പ്രിസർവ് ചെയ്യും എന്ന് ഉറപ്പ് തന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുക. അതിനകത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ ഖുർആനിലുള്ളത് എന്താന്ന് അറിയലും, അല്ലെ, എന്നിട്ട് നമ്മൾ ആ പറഞ്ഞ അല്ലെ ഈമാന്റെ കാര്യം എന്താണ്, അതിനെ സത്യപ്പെടുത്തല്, അതിനെ സ്വീകരിക്കല്, അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് കിതാബുകളിലുള്ള
വിശ്വാസം. നമ്മളൊക്കെ ഡെയിലി അല്ലെ ആമന റസൂല് ഓതുന്ന ആളുകളാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മേലുള്ള ബാധ്യതയാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച അല്ലെ ആ കുത്തുബിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ എന്താ പറഞ്ഞത് എന്ന് അറിയലും അല്ലെ അതിനനുസരിച്ച് പ്രവർത്തിക്കലും നമ്മളുടെ മേലുള്ള ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താന്ന് അറിയണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഓക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ തന്നെ ഖുർആൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ട് എല്ലാം പഠിച്ചേക്കാം എന്നുള്ളതാണോ? അല്ല. അത് പോസിബിൾ ആണോ? അല്ല അല്ലെ. കാരണം ഖുർആനിലുള്ളത് എല്ലാം അറിഞ്ഞിട്ട് ഒരൊറ്റയടിക്ക് അങ്ങോട്ട് പഠിച്ചേക്കാം പ്രവർത്തിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെയാ പഠിപ്പിച്ചത് അത് നമുക്കറിയാം അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിച്ചതും പ്രാവർത്തികവുമാക്കിയ ആ ഒരു സുന്ന നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അല്ലെ. ഓരോ നിയമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ എങ്ങനെ മനുഷ്യന്മാർക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ സ്ട്രക്ചേർഡ് ആക്കിയിട്ട് കുറച്ചില്ലേ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സായല്ലോ, എന്നാ പിന്നെ ഇനിയിപ്പോ പഠിക്കാൻ സമയമില്ലെങ്കിലോ ഒറ്റയടിക്ക് ഖുർആൻ അങ്ങോട്ട് കവർ ടു കവർ പഠിച്ചു തീർത്തേക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഖുർആന്റെ കോഴ്സ് അങ്ങോട്ട് തീർത്തേക്കാം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത് അതല്ല. നിങ്ങൾക്ക് പറ്റുമോ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് ഖൈർ. പക്ഷെ എന്താണ് പോസിബിൾ? കാരണം ഖുർആൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു തീർത്തി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സംഭവമേ അല്ല അല്ലെ. അത് പഠിക്കുന്നതിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പം അതിന്റെ കൂടെ നമ്മളെ മേലുള്ള ബാധ്യതയാണ് അത്തസ്ദീഖ് അല്ലെ മഅൽ ഖുബൂൽ വൽ ഇദ്ആൻ. സുബ്ഹാനല്ലാഹ്. അത്തസ്ദീഖ് വൽ ഖുബൂൽ മഅൽ ഇദ്ആൻ. സുബ്ഹാനല്ലാഹ്. അത് സത്യപ്പെടുത്തൽ, സ്വീകരിക്കൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കൽ. പ്രവർത്തനം ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്ന് നമുക്ക് ഒരൊറ്റ സൂറത്ത് പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഇതന്നെ നമ്മൾ എത്തണമെങ്കിൽ ഇനി വർഷങ്ങളെടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ആയിരിക്കുക. അത് പഠിക്കാനും അല്ലെ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠിക്കുന്ന ലെസൺസ് ജീവിതത്തിലേക്ക് കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, വത്തഖുല്ലാഹ് വയഅല്ലിമുക്കുമുല്ലാഹ്. നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതല്ലേ വത്തഖുല്ലാഹ് എന്ന് പറയുന്നത് അല്ലെ. അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചോളും. അപ്പൊ നമ്മുടെ ആയുസ് എന്ന് വരെ ഉണ്ടോ അതുവരെ നമ്മൾ ഇത് വിടൂല അല്ലെ. ഖുർആന്റെ പഠനവും ഖുർആന്റെ പ്രാവർത്തികമാക്കലും അള്ളാഹിനോടുള്ള സഹായം തേടലും നമ്മൾ വിടൂല. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് എന്ത്? വകുതുബിഹി അല്ലെ. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി അല്ലെ. ആ കുത്തുബില് വിശ്വസിക്കുക എന്ന് പറയുന്നതിൽ ഈ സംഭവം ലൈഫ് ലോങ് നമുക്കുണ്ട് അല്ലെ. അതുപോലെ ആമന ബില്ലാഹി അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളൊക്കെയും അള്ളാഹുലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കാനുണ്ട്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ അല്ലെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കാനുണ്ട്, മാറിക്കൊണ്ടേയിരിക്കാനുണ്ട്. അതുപോലെ മലായികത്തിലുള്ള വിശ്വാസവും റസൂലുകളിലുള്ള വിശ്വാസവും എന്ത് വിശ്വാസങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹു പറയുന്നു ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ഓക്കെ. അപ്പം വിശ്വാസികൾ അവർ പറയാണ് എന്താ? ലാ നുഫർരിഖു, ഞങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, അതായത് വ്യത്യാസപ്പെടുത്തുന്നില്ല ഏത് റസൂലുകളുടെ ഇടയിൽ. ഓക്കെ. നുഫർരിഖ് തഫ്രീഖിൽ നിന്നാണ് അതായത് നമ്മൾ വ്യത്യാസപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ഒരു റസൂൽ അങ്ങനെ ഒരു റസൂൽ ഇങ്ങനെ. ഓക്കെ. പക്ഷെ ഞങ്ങൾ എന്താ എല്ലാവരിലും ഒരേപോലെ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പൂർവികന്മാർ ചെയ്തതുപോലെ നമുക്കറിയാം, ബനു ഇസ്രായേലൊക്കെ ചെയ്തതുപോലെ നമ്മൾ ഇന്ന റസൂലിലെ വിശ്വസിക്കുള്ളൂ, ഇന്ന റസൂലിലെ വിശ്വസിക്കൂല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം നമുക്കറിയാം ഓക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, പക്ഷേ അറബികൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പം അതെന്താണ്? ഈ ഫറഖ് അല്ലെ, അവര് റസൂലുകളുടെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരലാണ്, വ്യത്യാസപ്പെടുത്തലാണ്. അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഓക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അങ്ങനെയുള്ള ഒരു പരിപാടി വിശ്വാസികൾക്ക് ഇല്ല. അവര് എല്ലാ റസൂലുകളെയും ഒരേപോലെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഡിഫറെന്റ് റാങ്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതും നമ്മൾ സൂറത്ത് ബഖറയിൽ പഠിച്ചിരുന്നു. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. അള്ളാഹു മറ്റു ചിലരെക്കാൾ ഫദ്ദൽ അല്ലെ, അവർക്ക് ഫദ്ല് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് ഒരാളെ അവിശ്വസിക്കാം എന്നിട്ട് വേറൊരാളെ വിശ്വസിക്കാം എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച എല്ലാ റസൂലുകളെയും വിശ്വസിക്കലാണ്. പിന്നെ തുടർന്ന് എന്താ പറയുന്നത്? വഖാലു, അവർ പറഞ്ഞു, എന്താ പറഞ്ഞ വിശ്വാസികള്? സമിഅ്നാ വഅതഅ്നാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു അല്ലെ. ഞങ്ങൾ കൽപ്പനകൾ കേട്ടു, വിലക്കുകൾ കേട്ടു അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ടു, ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾ കേട്ടോളാം. ഞങ്ങൾ പറയില്ല ഞാൻ കേട്ടു പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരല്ല. സുബ്ഹാനല്ലാഹ്. വിശ്വാസികൾ അല്ലെ. വഖാലു സമിഅ്നാ
ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾ അതിനനുസരിച്ച് ജീവിക്കും. ഇതായിരിക്കണം ആരുടെ ആറ്റിറ്റ്യൂഡ്? ഒരു വിശ്വാസിയുടെ ആറ്റിറ്റ്യൂഡ്. കാരണം ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെ കുറിച്ചാ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ വിശ്വാസികളെ കുറിച്ച് അല്ലെ. ആരെ അള്ളാഹു പ്രശംസിക്കുന്നത്? യഥാർത്ഥ വിശ്വാസികൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും നമ്മൾ വിശ്വാസികളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണോ? ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങള് വിശ്വാസികളാണ്, ഞങ്ങൾ ഈമാനുള്ള ആൾക്കാരാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ് അല്ലെ ജസ്റ്റ് പറയൽ മാത്രമല്ല, പകരം അത് ഹൃദയത്തിൽ വിശ്വസിക്കലും അത് പ്രവൃത്തിയിൽ കാണിക്കലും, അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കലും. ഒരിക്കലും ഒരു വിശ്വാസി ഞാൻ കേട്ടു പക്ഷെ ഞാൻ ചെയ്യൂല, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയൂല അല്ലെ. വിശ്വാസി എന്താ പറയാ? അള്ളാഹ് നീ എന്നെ പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹ് എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും, പക്ഷെ നീ എന്നെ സഹായിക്കണം, നിന്റെ സഹായം വേണം അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റിപ്പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് അറിയുന്നതിന് മുമ്പ് ചെയ്തു പോയ പലതും ഉണ്ട് റബ്ബേ, നീ പുറത്തുതാ. ഇനി ഭാവിയിൽ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഓരോ കാര്യത്തിലും ഇതല്ല ശീലിച്ചു വന്നത്, ഇതല്ല വിശ്വസിച്ച് വന്നത്, ഇതല്ല ചെയ്തു വന്നത്, ഒരു വ്യത്യാസം വരുത്താന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല റബ്ബേ, നീ ഞങ്ങളെ സഹായിക്കുക. സമഅന വ അതഅന. ഓഫ്രാനക്, നിന്റെ പാപമോചനം, നിന്റെ പൊറുക്കൽ അല്ലെ. ഓഫ്രാനക്, ഐൻ ഫ റ, മഗ്ഫിറയുടെ സെയിം റൂട്ട് അല്ലെ. ഓഫ്രാൻ, ഓഫ്രാൻ എന്ന് പറഞ്ഞാല് ഫോർഗിവ്നെസ്, പൊറുക്കൽ. ഖുർആനക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ പൊറുക്കല്. ഓക്കെ, നിന്റെ നീ പുറത്തു തരാന്നുള്ള അർത്ഥത്തിൽ. അപ്പം അള്ളാഹ് നിന്റെ അടുത്ത് ഞാൻ എന്താണ്? പാപമോചനം തേടാണ്. ഇവിടെ ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ പാപമോചനം ചോദിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നെസ്അലുക ഉഫ്രാനക് എന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് അല്ലെ. ജസ്റ്റ് ഉഫ്രാനക്. എന്തുകൊണ്ടാണത്? കാരണം ഒരു വ്യക്തി അവന്റെ പാപത്തിന്റെ ഭാരം അല്ലെ, അവൻ പേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാരം എത്രത്തോളം ഹെവിയാണ്. ആ ഹെവി നമ്മളെ പുറത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ചാക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വളഞ്ഞു ഒടിഞ്ഞ് അല്ലെ താഴ്ന്നു നിൽക്കും. അപ്പം അങ്ങനെ ആ വെയിറ്റ് കൊണ്ട് താഴ്ന്നു നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുക? ഒരിക്കലും ഇല്ല അല്ലെ. നമുക്ക് നമ്മളെ വാക്കുകൾ പോലും മുഴുവനും വരൂല. ഇത് എങ്ങനെയെങ്കിലും ഈ ഭാരം ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് നിവർന്ന് നിന്നിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അവസ്ഥ. ശരിയായ ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിന്റെ അവസ്ഥ ഇതാണ്. കാരണം അവനറിയാം എന്ത്? അവന് കുറേ കെയർഫുൾ ആവാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ അവൻ കെയർഫുൾ ആവാനുണ്ട്, ഒരുപാട് തെറ്റുകൾ അവന് തിരുത്താനും തിരുത്തിക്കൊണ്ടേയിരിക്കാനും ഉണ്ട്. അവൻ ഇപ്പോഴും അല്ലെ ഒരു പല ഇൻസ്ട്രക്ഷൻസും, അവൻ ഓൾറെഡി പഠിച്ച പല ഇൻസ്ട്രക്ഷൻസും ഇപ്പോഴും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവന് അതിന് പറ്റൂല, സ്വന്തമായിട്ട് അതിനെ കൊണ്ട് പറ്റൂല. ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം ക്യാച്ചപ്പ് ചെയ്യാനുള്ള കഴിവ് അവനില്ലാന്ന് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് നല്ല ബോധം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ആ ഒരു പാപങ്ങളുടെ അല്ലെങ്കിൽ അവന്റെ ഭാഗത്തുനിന്ന് വരുന്ന കെയർലെസ്നെസിന്റെ, തെറ്റുകളുടെ ഭാരം കൊണ്ട് ഹെവി ആയിരിക്കും. അവനിങ്ങനെ വല്ലാത്ത കാര്യങ്ങളിലൊന്നും സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവനിങ്ങനെ ആകെ കൂടെ ഒടിഞ്ഞു മടങ്ങി, പടച്ചോനെ നീ എനിക്ക് പുറത്തുതാ അല്ലെ. അവൻ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരുത്താനും അല്ലെ, അള്ളാഹിന്റെ അടുത്ത് സഹായം തേടാനും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതേപോലെ അറിയുന്നിടത്തോളം അവനറിയാം എന്നെ കൊണ്ട് എവിടെ എത്താനും സാധിച്ചിട്ടില്ല, എനിക്ക് എവിടെ എത്താൻ പറ്റുന്നുമില്ല. ഒരുപാട് മിസ്റ്റേക്സ് എൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്, ഒരുപാട് കെയർലെസ്നെസ് എൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് അവന് അധികം വാക്കുകൾ അവന്റെ വായിന്ന്, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മിസറബിൾ സ്റ്റേറ്റിലാവുമ്പോൾ അല്ലെ, നമ്മളെ ആരെങ്കിലും ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ, ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സ്വന്തപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ജസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഒരു കൈ കൊടുക്കും, അല്ലെങ്കിൽ ഒരു നോട്ടം, അത്രയും ഉണ്ടാവുള്ളൂ. നമ്മൾ വായിന്ന് വാക്കുകൾ വരൂല അല്ലെ. അത്രയും നമ്മൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അല്ലാത്തപ്പോൾ സംസാരിക്കുന്ന പോലെ വാതോരാതെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല അല്ലെ, വാക്കുകൾ കിട്ടൂല. അപ്പം ഒരു ശരിയായ ഒരു വിശ്വാസിക്ക് ശരിക്കും അറിയാം എന്റെ അവസ്ഥ എന്താണെന്നല്ലേ. അപ്പം അവന് വാക്കുകൾ പോലും ഇല്ല അള്ളാന്റെ അടുത്ത് പാപമോചനം തേടാൻ വേണ്ടിയിട്ട്. അവൻ ഐ എം സോറി അല്ലെ, അത് മാത്രമേ ഉള്ളൂ. ഒരുപാട് റബ്ബെ നിനക്കറിയാം, നിനക്ക് ഇഷ്ടമല്ലാത്ത, തൃപ്തിയില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല റബ്ബേ. അല്ലെ, പലപ്പോഴും നമുക്കും അതുപോലുള്ള അവസ്ഥകൾ വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ നിലനിർത്തട്ടെ. ഒരിക്കലും ഞാൻ ചെയ്തു, ഞാനെല്ലാം ഓക്കെയാണ് അല്ലെ, റബ്ബ് എനിക്ക് സ്വർഗം തരുന്നുള്ള ഒരു സാഹചര്യം, ആ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആയത്ത് എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വരണം. ഒരു വിശ്വാസിക്ക് അതിന് പറ്റൂല. കാരണം വിശ്വാസിക്ക് അറിയാം എത്രത്തോളം ഞാൻ റബ്ബിൽ ഡിപ്പെൻഡന്റ് ആണ് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഉഫ്രാനക്, അല്ലാഹുവേ നീ പുറത്തുതാ, റബ്ബന എന്റെ റബ്ബേ ഞങ്ങൾക്ക് നിന്റെ പാപമോചനം വേണം, നിനക്ക് മാത്രമേ പുറത്തു തരാൻ പറ്റുള്ളൂ. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. മസീർ മടക്കം, അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. കാരണം എന്തൊരു കാര്യവും ഓക്കെ, ഏതൊരു മാറ്ററും, എന്തൊരു പ്രശ്നം, എന്തൊരു ചാലഞ്ചും, എന്ത് പ്രയാസവും നമുക്ക് ദുനിയാവിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആരിലേക്കാണ് മടങ്ങണ്ടേ? റബ്ബിലേക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏത് അവസ്ഥയിലും നമ്മൾ ആരിലേക്കാ മടങ്ങേണ്ടത്? റബ്ബിലേക്ക്. ആർക്കാ അത് എളുപ്പാക്കി തരാൻ പറ്റുക? റബ്ബിന് അല്ലെ. ആർക്കാ നമ്മളെ സാഹചര്യങ്ങളെ മാറ്റി തരാൻ പറ്റുക? റബ്ബിന്. ആർക്കാ നമുക്ക് പുറത്തു തരാൻ പറ്റുക? റബ്ബിന്. അപ്പം ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും മടക്കം എവിടെയാ? നിന്റെ അടുത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. ഇഹത്തിലാണെങ്കിലും പരത്തിലാണെങ്കിലും ഇലൈക്കൽ മസീർ, നിന്നിലേക്ക് മാത്രമാണ് ഞങ്ങളുടെ മടക്കം. സുബ്ഹാനല്ലാഹ്. ലെസൺസ് നോക്കാം. അപ്പം ഈ ഒരു ആയത്തിനകത്ത് ഫസ്റ്റ് പറഞ്ഞത് വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചു, അപ്പൊ നമ്മളും വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസത്തിന്റെ മുകളിൽ പല കാര്യങ്ങളും ചെയ്തു, നമ്മളും അതൊക്കെ ചെയ്യണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു അല്ലെ. നമസ്കാരം ഒരിക്കൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുകയായിരുന്നു. അപ്പം ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം. നമസ്കാരത്തിൽ ഇമാമുമാണ്. അപ്പം ഷൂ ഇട്ടുകൊണ്ട് നമസ്കരിക്കണം. അപ്പം നമസ്കാരത്തിന്റെ ഇടയിൽ ഷൂ എടുത്ത് മാറ്റി സൈഡിലേക്ക് വെക്കും. അപ്പം ഇത് ഫോളോ ചെയ്യുന്ന സഹാബാക്കളും അതേപോലെ അവരുടെ ഷൂ ഊരി മാറ്റി സൈഡിലേക്ക് വെച്ചിട്ട് അവരും നിസ്കരിക്കും. നമസ്കാരം കഴിഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, നിങ്ങളൊക്കെ എന്തിനാ ഷൂ ഊരിയത്? അപ്പൊ പറഞ്ഞു, റസൂലെ താങ്കൾ ചെയ്യുന്നത് കണ്ടു ഞങ്ങളും ചെയ്തു. അന്നേരം പറഞ്ഞു, എന്റെ ഷൂവിന്റെ മുകളിൽ നജസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം എന്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. നിങ്ങളുടെ ഷൂവിന്റെ മുകളിലൊന്നും നജസ് ഇല്ലല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ വരുമ്പോ ഷൂ നോക്കിയിട്ട് ക്ലീൻ ആണെങ്കിൽ അതിട്ടിട്ട് നിങ്ങൾ നിസ്കരിച്ചോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടുന്ന് നമ്മൾ എന്താ പഠിക്കണ്ടേ? എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് അത് അതേപടി ഫോളോ ചെയ്തിട്ടാണ് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലെ. വിശ്വാസികളായ നമ്മളും അതേപടി ചെയ്യേണ്ട ആളുകളാണ്. വലത് കൈകൊണ്ട് കഴിച്ചു, നമ്മളും വലത് കൈകൊണ്ട് കഴിക്കുന്നു അല്ലെ. ബിസ്മി പറഞ്ഞു, നമ്മളും ബിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയാൻ പഠിപ്പിച്ചു, നമ്മളും അത് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ആമന റസൂലിന്റെ കൂടെ വൽ മുഅ്മിനൂൻ ഇവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യണം. എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മളുടെ ഈമാൻ, അത്രത്തോളം നമ്മൾ റസൂലിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം അത് നമ്മുടെ ഈമാനിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു, നമ്മളും വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം ഫോളോ ചെയ്യും. ഒരു ചെറിയ സൈഡ് നോട്ട് ഇവിടെ പറയാം. നമ്മൾ അൽഹംദുലില്ലാഹ് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സുന്നത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. വീണ്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വേറൊരു കാര്യം, ഈ സുന്നത്ത് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന സുന്നത്തുകൾ അധികവും നമ്മുടെ ലിപ്സിന്റെയും ലിംസിന്റെയും സുന്നത്തുകളാണ് അല്ലെ. ചുണ്ടുകൊണ്ടുള്ളതും കൈകൊണ്ടും കാലുകൊണ്ടും, അതായത് ശരീരം കൊണ്ടുള്ള സുന്നത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആ ഒരു ഹൃദയം കൊണ്ടുള്ള സുന്നത്തുകൾ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഓരോ കാര്യത്തിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ആ സ്ട്രഗിളുകളിൽ അല്ലെ ഓരോ പ്രയാസങ്ങളിലും എങ്ങനെയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റെസ്പോണ്ട് ചെയ്തത് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അല്ലെ. നമ്മളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരീക്ഷണങ്ങളുടെ 100% നമ്മൾ അനുഭവിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്, റസൂൽ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. അവിടെ ഹൃദയം കൊണ്ടുള്ള ഫോളോയിങ് ആണ് അല്ലെ. നമ്മളൊക്കെ ഭയങ്കര സുന്നത്തിന്റെ ആൾക്കാരാണെന്നാണ് നമ്മളുടെ വിചാരം. പക്ഷെ പല കാര്യങ്ങളിലും ഇപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല. കാരണം ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് വരണമെങ്കിൽ നമ്മൾ അതിനുള്ള പാകം ആവണം അല്ലെ. അതിനുള്ള പാകം നമ്മൾ എപ്പോഴാവുക? ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മൾ ജയിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ അതിനുള്ള പാകം ആവുള്ളൂ. അപ്പൊ നമ്മൾ വളരെ ബേസിക് പരീക്ഷണങ്ങളിൽ പോലും സ്റ്റക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പരീക്ഷണത്തിന്റെ സ്റ്റേജിനെയും എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തത് അങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ നമ്മൾ പറയുന്നത് നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിലൊന്നും പെട്ടതുമല്ല, അതിനെ ഫോളോ ചെയ്യേണ്ട കാര്യവുമില്ല. കാരണം ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം കാണിച്ചു തന്നത് എന്താണ്? ഈമാനാണ് അല്ലെ.
നിസ്കാരമൊക്കെ കാണിച്ചു തന്നത് പിന്നെയാ, 13 കൊല്ലത്തിന് ശേഷമാണ് കാണിച്ചു തന്നത് ശരിയായ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന നമസ്കാരം. ആദ്യം കാണിച്ചത് ഈമാനാണ് അല്ലെ. എന്നിട്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരാണ്, നമുക്ക് എന്ത് ഈമാനാണല്ലേ. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം പരീക്ഷണങ്ങളിലൂടെയാണ് ദഅവ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയതെന്ന് നമുക്കറിയാം. ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സംഭവമാണെന്ന് മുഖത്ത് വിരൽ വെച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും ഓരോട് അത് പറഞ്ഞപ്പോ ഒരിങ്ങനെ പറഞ്ഞ് അത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ വർഷങ്ങളോളം കൊണ്ട് നടക്കും അല്ലെ. കുടുംബത്തില് ഒരു മെസ്സേജ് വോയിസ് അയച്ചപ്പോ ഒരിങ്ങനെ പ്രതികരിച്ച്, സുബ്ഹാനല്ലാഹ്, അതോടുകൂടി നമ്മൾ അങ്ങ് ഹത്തി മടക്കി. എന്നാലോ നമ്മൾ ഭയങ്കര സുന്നത്തിന്റെ ആൾക്കാരാണ്. നമ്മൾ ഓരോരുത്തർ എന്താ പറയുന്നത്, സുന്നത്ത് ഫോളോ ചെയ്യാനായിരിക്കും കുടുംബത്തിൽ പറഞ്ഞത്, ആ സുന്നത്ത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് നമ്മൾ ഇവിടെ. പക്ഷെ ഇപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, ഒരു ദഅവ ചെയ്യുമ്പോൾ അതിന് കാണിച്ചു തന്ന റെസ്പോൺസിന്റെ ചില സുന്നത്തുകൾ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവർ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ അങ്ങോട്ട് കാണിച്ച ചില കാര്യങ്ങളുണ്ട്, എങ്ങനെയാ ദഅവ ചെയ്യണ്ടേന്ന് കാണിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് നമുക്ക് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ വേഗം ജഡ്ജ്മെന്റ് അല്ലെ, വേഗം അവർ ആ സുന്നത്ത് ഫോളോ ചെയ്യുന്നില്ല, ഇവർ ഈ സുന്നത്ത് ഫോളോ ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താ? അതുപോലെ അല്ലെ. എങ്ങനെയാ സുന്നത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത്? ആ ഭംഗിയുള്ള ജീവിതം കൊണ്ടാ അല്ലെ, ആ സ്വഭാവം കൊണ്ടാ, ആ സംസാരം കൊണ്ടാ, ആ ഇന്ററാക്ഷൻ കൊണ്ടാ, ആ ക്ഷമ കൊണ്ടാ, ആ ദഅവ കൊണ്ടാ. നമുക്ക് അല്ലെ, ഇതാ നമ്മളൊരു കാര്യം പറയുന്നു, അവരനുസരിക്കുന്നില്ല, അവര് മോശക്കാരായി. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്നിട്ട് സുന്നത്തിന്റെ ആൾക്കാരുമാണ്. ഒരുപാട് ചിന്തിക്കാനുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് റൂട്ടിൽ നിന്ന് തന്നെ മാറാനുണ്ട്. ദ്വാ ചെയ്യ്, നന്നായിട്ട് റബ്ബിന്റെ അടുത്ത് ദ്വാ ചെയ്യ്. ഓരോ ആമന റസൂലും ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ആമന റസൂലുകളാവാൻ റബ്ബ് തൗഫീഖ് തട്ടെ നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും. നമ്മൾ ആരും 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 എവിടെ എത്തിയിട്ടൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് വലിയ കാര്യത്തിൽ പറയുന്നത് ഞാൻ എന്നോട് തന്നെ ശക്തമായിട്ട് ഉപദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയുന്ന ഒരു അവസ്ഥയിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് അവര് കേൾക്കുക, അനുസരിക്കുക അല്ലെ. കേൾക്കുക, അത് അതേപടി അനുസരിക്കുക. സൂറത്ത് നൂറില് 51-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅ്നാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മാത്രമായിരിക്കും. അവർ തന്നെയാണ് വിജയികൾ അല്ലെ. ഇപ്പം ഇവിടെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെ അള്ളാന്റെ നിയമം ഇതാണ്, റസൂലിന്റെ സുന്നത്ത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ അത് കേൾക്കുന്നു അനുസരിക്കുന്നു എന്ന് പറയുന്നവരാണ് ശരിയായ വിശ്വാസികൾ അല്ലെ. നമ്മൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെ ഫേവറബിൾ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും കിട്ടുമോ അവരെയും കൊണ്ടുപോയിട്ട് കൊണ്ടാണ് നമ്മൾ പോലെ. അല്ലാതെ ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധി കൽപ്പിക്കുന്നവരെ നമ്മൾ കൊണ്ടുപോയില്ല. ഇനി അത് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുമാണ് നമുക്കത് അനുസരിക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വിശ്വാസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അവര് അള്ളാഹിന്റെയും റസൂലിന്റെയും ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ജഡ്ജ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ സമിഅ്നാ വഅതഅനാ. ശരിക്കും ഈ സമിഅ്നാ വഅതഅനാന്റെ കാര്യത്തിലേക്ക് വരുമ്പം ആളുകൾ 3 തരത്തിലുള്ള ആൾക്കാരാണ്. അതായത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആൾക്കാർ 3 തരത്തിലുള്ളതാണ്. ഒന്നാമത്തത് അവര് കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. അവർക്ക് കേൾക്കാനോ കണ്ടുപിടിക്കാനോ അറിയാനോ പഠിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നാച്ചുറലി ഒബേ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ അനുസരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ ചുറ്റുപാടും കാണുന്ന മെജോറിറ്റി ആളുകളുടെയും, മുസ്ലിങ്ങളായിക്കോട്ടെ അമുസ്ലിങ്ങളായിക്കോട്ടെ, മെജോറിറ്റി ആൾക്കാരുടെയും അവസ്ഥ ഇതാണ്. ഇനി മുസ്ലിങ്ങൾ തന്നെയാണെങ്കിൽ അവർ പറയും വേണ്ടട്ടോ, അല്ലാണ്ട് പഠിക്കാൻ പോണ്ടേ, പഠിച്ചാല് ചെയ്യേണ്ടി വരും. ഇനി അല്ലെങ്കിൽ പഠിച്ചവരെ അവസ്ഥ കണ്ടില്ലേ, ഓരെന്താ കളിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതുകൊണ്ട് പഠിക്കണ്ട, പഠിച്ചാൽ കുറെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അറിവില്ലാത്ത തന്നെയാണ് നല്ലത്. അത്രക്ക മതി അറിവ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതാണ് ഒരു കൂട്ടം ആളുകൾ, അതിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ആൾക്കാരെന്ന് വെച്ചാൽ അവർ ലിസൺ ചെയ്യും, ഓക്കെ, കേൾക്കും, അറിയും, പക്ഷെ അനുസരിക്കല് കുറച്ചിവിടെയും കുറച്ചവിടെയും. നമ്മൾ മുമ്പ് പറയാറുള്ള ഒരു ഉദാഹരണമാണ് ബുഫേ പോലെ അല്ലെ. അവർക്ക് വേണ്ടത്, അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് ഈസി ആയിട്ടുള്ളത്, ബാക്കിയുള്ളതിനൊക്കെ ഒരു റീസൺ കണ്ടെത്തുന്ന ആൾക്കാർ. നമ്മളും പല സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ ആവാറുണ്ട്. അള്ളാഹു കാക്കട്ടെ, ആമീൻ. അപ്പം കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നില്ല. എന്താ കാരണം? വേറെ ഒന്നുമല്ല. അതിനുള്ള കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിബ്റാണ്, അഹങ്കാരാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് കീഴൊതുങ്ങാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നത്.
എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഞാനിപ്പോ അതെന്തിനാ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു സിറ്റുവേഷനിൽ അതിപ്പോ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്കിപ്പോ എന്റെ സിറ്റുവേഷൻ ആണ് വലുത് അല്ലെ, ഈ സിറ്റുവേഷൻ ആണ് എനിക്ക് വലുത്. അള്ള പറഞ്ഞത് അവിടെ വെക്കട്ടെ, ഈ സിറ്റുവേഷൻ എനിക്കിപ്പോ ഇത് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എന്റെ ജീവിതം, എന്റെ സാഹചര്യങ്ങൾ അല്ലെ, മൈ ലൈഫ് മൈ ചോയ്സ്. നമ്മൾ കുട്ടികളെ ചീത്ത പറയുമെങ്കിലും സുബ്ഹാനല്ലാഹ് നമ്മളും പല കാര്യങ്ങളിലും അല്ലെ, ഇത് എന്റെ ജീവിതം എന്റെ സാഹചര്യം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ. സൂറ ലുഖ്മാനില് 7-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ല മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ. അത്തരം ഒരാൾക്ക് നമ്മളുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ്, അവൻ അത് കേട്ടിട്ടില്ലാത്ത പോലെ. അള്ളാന്റെ കൽപ്പനകളെല്ലാം തന്നെ നമുക്ക് അനുസരിക്കാൻ പാകത്തിന് അള്ളാഹ് തന്നിട്ടുള്ളത്. ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കുന്നത് അള്ളാഹ് തന്നിട്ടില്ല. ഒരു തരത്തിലും പറ്റൂലെങ്കിൽ അതിന് എക്സെപ്ഷൻസ് അള്ളാഹ് എല്ലാ സ്ഥലത്തും തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇതുവരെ കണ്ട പല നിയമങ്ങളിലും അതിന്റെ ബ്യൂട്ടി നമ്മൾ കണ്ടതാണ്. ഓരോന്നും അല്ലെ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെന്ത് ചെയ്യണം എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അള്ളാഹ് നമുക്ക് നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമവും തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പറയാണ് ഇല്ല അതെനിക്ക് പറ്റൂല, ഇതെനിക്ക് പറ്റൂല. അതിന്റെ ആൻസറും അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ല മുസ്തക്ബിറൻ, അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ്. എങ്ങനെ? കഅല്ലം യസ്മഅഹ, അവനത് കേട്ടിട്ടില്ലാത്ത പോലെ. അവനിലേക്ക് എന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ച കേൾക്കാത്ത പോലെ തിരിഞ്ഞു കളയും അല്ലെ. ശരിക്കും കേൾക്കേണ്ട രീതിയിൽ അവൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഫോളോ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് അവനെ തടയുന്നത്? പ്രൈഡ്, കിബ്ർ. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളോട് തന്നെ ചോദിക്കുക, ഓരോന്നും അല്ലെ, ഓരോ കാര്യങ്ങളും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുകയും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും വേണ്ട. ഓക്കെ, കാരണം എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും അറിയാം അവനവൻ എന്താ അനുസരിക്കുന്നത്, അവനവൻ എന്താ അനുസരിക്കാത്ത. എന്തുകൊണ്ടാന്ന് നമ്മൾ കാരണം കണ്ടുപിടിക്കേണ്ട, അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞതിനേക്കാളും വലിയൊരു കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ അല്ലെ. വല്ല മുസ്തക്ബിറൻ, വൈ ഷുഡ് ഐ, ഞാൻ ചെയ്യണോ, എന്റെ സിറ്റുവേഷൻ, എന്റെ ജീവിതം, എന്റെ ജീവിതത്തിലെ ആളുകൾ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. ഒന്നുമല്ല നമ്മളെ തടയുന്നത് അഹങ്കാരം മാത്രമാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അവരെന്താണ്? കേൾക്കുക, അനുസരിക്കുക, ആൻഡ് അത് മാത്രമാണ് വിജയത്തിലേക്കുള്ള വഴി. സൂറ അഹ്സാബില് 71-ാമത്തെ ആയത്തില് വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. അള്ളാഹുവേയും അവന്റെ ദൂതനെയും ആർ അനുസരിക്കുന്നുവോ അവർ മഹത്തായ വിജയം നേടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചവര് വളരെ മഹത്തായ വിജയമാണ് നേടിയിട്ടുള്ളത്. മഹത്തായ വിജയം വേണോ വേണ്ടെന്നുള്ളത് നമ്മളെ തീരുമാനമാണ് അല്ലെ. ഇഹത്തിലും പരത്തിലും വിജയം വേണോ വേണ്ടെന്നുള്ളത് നമ്മളെ തീരുമാനം. വിജയം വേണോ അതോ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. പലപ്പോഴും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കൂല. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ദുനിയാവിൽ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വിജയമല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളൊക്കെ ജീവിതത്തിൽ നടത്താത്തത്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലതും നമ്മൾ വിചാരിച്ചതിനപ്പുറത്ത് അതിനെ ട്വിസ്റ്റ് ആക്കിയിട്ടും തിരിച്ചും മറിച്ചും നമുക്ക് വേണ്ടത് തടഞ്ഞു വെച്ചും ഒക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് വിജയത്തിന് നല്ലത് എന്നുള്ളത്. നമുക്ക് തീരുമാനിക്കാം, വിജയം വേണോ അതോ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കണോ, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. ഓക്കെ, അപ്പൊ എന്തൊരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോഴും എന്തൊരു സാഹചര്യം വരുമ്പോഴും അവിടെ അള്ളാഹിനെ അനുസരിച്ചിട്ട് വിജയം നേടണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിട്ട് വിജയം വേണോ അതോ മറ്റത് വേണോ എന്നുള്ളത് നമ്മളുടെ ചോയ്സ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തട്ടെ. ഏത് കാറ്റഗറിയില? സമഅന വ അതഅന, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലെ. കേൾക്കുന്നത് പരമാവധി അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടുന്ന, പാളിപ്പോയ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടിക്കൊണ്ട് മടങ്ങുന്ന, അത് നിരന്തരം ആ ഒരു ശ്രമത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന അല്ലെ. എന്തിലാണോ നമ്മൾ സായി ചെയ്യുന്നത് ആ സായിയാണ് നമുക്കുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഹാർഡ് വർക്കിൽ നമ്മൾ തുടരുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക അവിടെ ഉണ്ടാവുക. അപ്പൊ എന്താണോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഓരോ നിമിഷവും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, അക്ബറു ഹമ്മ അല്ലെ. നമ്മളെ ഓരോ മൊമെന്റിലും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം, റബ്ബേ
നിന്നോടുള്ള ഈ അനുസരണ, നിന്നീ പറഞ്ഞ ആ കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ, അതിനുള്ള ഉത്തരം നീ തരുവോ, ആ കൺസേൺ ആണ്. അല്ലെങ്കിൽ റബ്ബെ നിന്നിൽ നിന്ന് ഞാൻ ഇത്തിരി അകന്നു പോയല്ലോ, റബ്ബെ എന്റെ ഹൃദയം നിന്റെ അടുത്ത് ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ നമസ്കാരങ്ങൾ എന്റെ ഹൃദയം ഇല്ലല്ലോ, അതിന് ഞാൻ എങ്ങനെ ബെറ്റർ ആക്കും എന്നുള്ള കൺസേൺ ആണോ, അതോ അതല്ലാത്ത ഒരു ആയിരക്കണക്കിന് കൺസേൺ അല്ലെ, നമുക്ക് ഞാൻ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ മെയിൻ കൺസേൺ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക. അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നെ ശരിയായ രീതിയിൽ മാറ്റം വരുത്താനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ആമീൻ. ഇനി മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന പല കൽപ്പനകളും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൽപ്പനകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഫോളോ ചെയ്യാൻ പ്രയാസമുണ്ടായിരിക്കും. ഓരോരുത്തരുടെ കപ്പാസിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കൽപ്പനകളും ഇപ്പം ചിലർക്ക് ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമായിരിക്കും. വേറെ ചിലർക്ക് അത് ഭയങ്കര മല പോർന്ന പോലത്തെ പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷെ അവര് ശ്രമിക്കുന്നുണ്ടാവും അല്ലെ. ചിലർക്ക് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ഒരു മാപ്പ് പറയൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, അവർക്ക് അത് എളുപ്പമായിരിക്കും. എന്നാൽ വേറെ ചിലർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാ അപ്പൊ ഞാൻ ഓരോട് സോറി പറയാല്, അത് ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ കൽപ്പനകളും ഓരോരുത്തർക്കും അവനവന്റെ സാഹചര്യത്തിൽ ഡിഫറെന്റ് ആയിരിക്കും. അത് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരുടെ സിറ്റുവേഷൻസിനനുസരിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നാ പിന്നെ അതിന്റെ സാഹചര്യത്തിന് എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, എന്നാ പിന്നെ ആ കാര്യത്തിൽ മാത്രം അങ്ങ് അനുസരണക്കേട് കാണിച്ചേക്കാം, അതങ്ങ് വേണ്ടാന്ന് വെച്ചേക്കാം അല്ലെ. ആ കൽപ്പന ഞാൻ ഇപ്പൊ തൽക്കാലം ജീവിതത്തിലേക്ക് എടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര പ്രയാസമാണ് ആരോടെങ്കിലും സോറി പറയാൻ, ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമിച്ചു കഴിഞ്ഞാൽ അല്ലെ, അതുകൊണ്ട് അത് മാത്രം ഞാൻ വേണ്ടാന്ന് നോക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ 2 ഉദാഹരണം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇസ്ലാമികമായ വസ്ത്രധാരണം എനിക്ക് ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് അതും അങ്ങനെയാണോ വേണ്ടത്? ആ കാര്യത്തിൽ അനുസരണക്കേടിന് അനുവാദമാണോ? അല്ല. നമ്മൾ കേൾക്കുക, അനുസരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓരോരുത്തരും. ഓക്കെ, നമ്മളുടെ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് പിഴവുകൾ പറ്റും, ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും, തെറ്റിപ്പോവും. എന്താ ചെയ്യേണ്ടത്? ഒഫ്രാനക്, അല്ലാഹുവേ നീ പുറത്തുതാ. ഓരോ വ്യക്തിക്കും ആവശ്യമുണ്ട് ഇത്, ഓരോ വ്യക്തിക്കും ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളിനിപ്പോ എല്ലാം പെർഫെക്റ്റ് ആ ചെയ്യുന്ന നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു എക്സാമിനൊക്കെ ഭയങ്കര കാര്യമായിട്ട്, പുറത്തുള്ള എക്സാമിലേക്ക് ഒന്നും വേണ്ട, നമ്മളെ എക്സാമിലേക്ക് വന്നാൽ മതി, ഭയങ്കര കാര്യമായിട്ട് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടും അല്ലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇനി ഒന്നും തെറ്റൂല എന്ന് വിചാരിച്ച എക്സാം എഴുതി കഴിഞ്ഞാലും വളരെ ഉറപ്പുള്ള കാര്യം നമ്മളടുത്ത് ചിലപ്പം തെറ്റിപ്പോകും അല്ലെ. അള്ളാഹു എന്താ ഓർമ്മിപ്പിക്കുന്നത്? യെസ്, വി മേക്ക് മിസ്റ്റേക്സ്. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ മിസ്റ്റേക്സ് പറ്റുന്ന ആളുകളാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഖൈറാണ്. ഓക്കെ, ആ റിയാലിറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ വെച്ച് തന്നെ നമ്മുടെ തെറ്റുകൾ തിരുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അതിനെക്കുറിച്ച് തിരിച്ചറിവ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ വലിയ ഖൈറാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഓൾ പെർഫെക്റ്റ് ആണ് അല്ലെ. പക്ഷെ റിയാലിറ്റിയിൽ അതല്ല, നമ്മൾ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സമയന്റെ ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്ക് മിസ്റ്റേക്സ് പറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒഫ്രാനക് അല്ലെ, ഫുൾ ടൈം സുബ്ഹാനല്ലാഹ് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ശരിക്കും ആരാ പാപമോചനം തേടുന്നത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. നമ്മളൊക്കെ അവസ്ഥ എന്താ? നമ്മളൊക്കെ എന്താന്നാ നമ്മളെ വിചാരം? സുബ്ഹാനല്ലാഹ്. ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തെറ്റ്, ഓരോ ദിവസവും കണക്കില്ലാണ്ട് തേടിക്കൊണ്ടേയിരിക്കുക റബ്ബിന്റെ അടുത്ത്. നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് റബ്ബെ, എന്തൊക്കെ തെറ്റുകളാ ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല, എന്തൊക്കെ ഓർമ്മക്കുറവുകളാണ് നമുക്ക് പറ്റുന്നതെന്ന് നമുക്കറിയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കണ്ടാവും അതൊക്കെ അത്ര വലിയ പ്രശ്നമുള്ള കേസാണോന്ന്. പക്ഷെ വലിയ പ്രശ്നമുള്ള കേസ് ആയിരിക്കും ചിലപ്പോ റബ്ബിന്റെ അടുക്കല്. സുബ്ഹാനല്ലാഹ്. അപ്പം ഫ്രാനക് എപ്പോഴും സുബ്ഹാനല്ലാഹ്. അതെപ്പോഴാ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഞാനൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഞാൻ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവനാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഇലൈക്കൽ മസീർ ഉൾക്കൊള്ളുമ്പോൾ അല്ലെ, അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ, അവിടെ അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോ പ്രാവശ്യം ഒരു മിസ്റ്റേക്ക്, ഒരു തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും നമ്മൾ നിന്ന നിലയിൽ നിന്ന് താഴോട്ട് വീഴണം. ചിന്തിച്ചു നോക്കാം. നമ്മളൊരു പൊസിഷനിൽ നിൽക്കുക, ഒരു 3ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുകയെന്ന് വെച്ചോ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് വീഴാം. ഓക്കെ, താഴോട്ട് വീഴുമ്പോൾ ചിലപ്പോൾ 1ാമത്തെ സ്റ്റെപ്പിലേക്കോ താഴേക്കോ വീണെന്ന് നോക്കാം. നമ്മുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ എണീറ്റ് നിന്നിട്ട് പാപമോചനം തേടാം.
ഓക്കെ. നമ്മൾ ഒരു 24 മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ നമ്മൾ കുറേ വീഴ്ചകളാണ്, നമ്മുടെ ഓരോ തെറ്റുകളും ഒരു കുഴി മനസ്സിൽ കാണാം. ആ കുഴിയിൽ ഇങ്ങനെ പല പല സ്റ്റെപ്പുകൾ, ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇടയ്ക്ക് ന്യൂസ് വരാറില്ലേ, ബോർവെല്ലിനകത്ത് കുട്ടികൾ കുടുങ്ങിപ്പോകുന്ന, സുബ്ഹാനല്ലാഹ് കാക്കട്ടെ, അതിനിങ്ങനെ പല സ്റ്റേജുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പം ഇടയ്ക്ക് അവിടെ വെച്ച് അവിടെയും ഇവിടെയൊക്കെ സ്റ്റക്കായി നിന്നിട്ട് ചില കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റാറുണ്ട്. അപ്പൊ ആലോചിച്ചൊക്കെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അടിയിലുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് പാപമോചനം തേടാം അല്ലെ. പക്ഷെ പാപമോചനം തേടുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ, നമ്മൾ ആദ്യമുള്ള സ്റ്റെപ്പിനേക്കാളും മുകളിലേക്കാ പോവുക. അത് വലിയൊരു കുതിരത്താണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ് കഴിഞ്ഞിട്ട് റബ്ബിന്റെ അടുത്ത് പാപമോചനം തേടുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, തൗബ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമുള്ള ലെവലിനേക്കാളും മേലേക്കാ പോണത്. സുബ്ഹാനല്ലാഹ്, ഇംപ്രൂവ് ചെയ്യാണ്, കുറച്ചും കൂടെ ബെറ്റർ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് നമ്മളെ കൊണ്ട് ഈ സംഭവത്തിന് തീരെ സമ്മതിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റാങ്കിലേക്കാണ് നമ്മൾ പോണത്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണം, ഓക്കെ, നമ്മളെപ്പോഴും നമ്മളെ അടുത്ത് പറഞ്ഞ നന്മകൾ ചെയ്യുക, അധികരിപ്പിക്കുക അല്ലെ, അതിലാണ് നമ്മളെ കോൺസെൻട്രേഷൻ. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകൾ കാരണം നമ്മളുടെ റാങ്ക് ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, മനഃപൂർവ്വം തെറ്റ് ചെയ്യാനല്ല കേട്ടോ. കുട്ടികൾ ചിലപ്പോൾ പറയുന്നൊക്കെ, ഏതായാലും ആ തെറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാന്ന്, അതുപോലെ പറയല്ല കേട്ടോ. നമ്മളോട് പറ്റുന്ന തെറ്റുകൾ അല്ലെ, നമ്മൾ കൺട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് മറന്നു പോയിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണം, ഓരോ തെറ്റുകൾ കാരണം നമ്മുടെ റാങ്ക് ദിവസവും ഉയരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിന് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ. നമ്മുടെ ഇസ്തിഗ്ഫാർ അങ്ങനെ, ചിലപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ കുറെ ഇസ്തിഗ്ഫാർ ചെയ്താൽ നടക്കുന്നു പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് താഹയില് 121 122 ആയത്തുകളിൽ പറയുന്ന ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, വഅസാ ആദമു റബ്ബഹു ഫഗവ, ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിച്ചു അല്ലെ, അസ. എന്നിട്ട് അങ്ങനെ ആദം അലൈഹി ഇസ്ലാമിന് എന്ത് പറ്റി, പിഴച്ചുപോയി, ഫഗവ അല്ലെ, പിഴച്ചുപോയി, തെറ്റ് ചെയ്തതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണക്കേട് കാണിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്, സുമ്മജ്തബാഹു റബ്ബുഹു, പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ ഉത്കൃഷ്ടനായിട്ട് തെരഞ്ഞെടുത്തു. അള്ളാഹ് ചൂസ് ചെയ്തു, അദ്ദേഹത്തിന്റെ റാങ്ക് ഉയർത്തി. സുബ്ഹാനല്ലാഹ്, തെറ്റ് ചെയ്തതിന് ശേഷം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം നമ്മള് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക, ബോധത്തോടു കൂടി. നമ്മളുടെ പാപമോചനം അധികവും ഒരു എന്താ പറയാ, അല്ലെ, അതൊരു ചടങ്ങ് പോലെ. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ചടങ്ങാണല്ലോ, അതേപോലെ. പക്ഷെ നമ്മൾ ശരിക്കും ബോധത്തോടു കൂടി നമ്മളെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ അള്ളാഹ് അപ്പൊ തന്നെ ഓർമ്മിപ്പിക്കും അല്ലെ. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അപ്പൊ തന്നെ നമുക്കൊരു ഉൾവിളി ഉണ്ടാവും. അത് അള്ളാഹിന്റെ തൗഫീഖ് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആ തെറ്റ് നിർത്തുന്നുണ്ടാവും, അൽഹംദുലില്ലാഹ്. പലപ്പോഴും അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ ആ ഒരു ഉൾവിളി വരുമ്പോൾ ആ തെറ്റ് നമുക്ക് നിർത്താൻ പറ്റാറുണ്ട്. പക്ഷെ അതിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു കാര്യത്തിനുള്ള ഒരു പാപമോചനോ ഇസ്തിഗ്ഫാറോ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അങ്ങനെ തന്നെയല്ലേ, എനിക്ക് തോന്നുന്നതാണ് ഇനി. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം ഞാൻ ഈ ചെയ്ത തെറ്റ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എന്നെ ഓർമ്മിപ്പിച്ചു, അൽഹംദുലില്ലാഹ്. അള്ളാഹിന്റെ തൗഫീഖോട് കൂടി എനിക്ക് അത് നിർത്താനും പറ്റി, അൽഹംദുലില്ലാഹ്. അള്ളാഹുവെ, എനിക്ക് നിന്റെ അടുത്ത് പാപമോചനം തേടണം അല്ലെ, എന്റെ റാങ്ക് അത് കാരണം ഉയരും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ വാച്ച് ചെയ്തിട്ട് ഓരോ ദിവസവും നമ്മൾ ഈ ബോർവെല്ലിലെ കുഴികളിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തും തൗബ ചെയ്യേണ്ടടുത്ത് തൗബ ചെയ്തും. കാരണം തൗബയും ഇസ്തിഗ്ഫാറും നമ്മളെ വ്യത്യാസമൊക്കെ നമ്മൾ തൗബയുടെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഞാൻ നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അത് എപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ആ തൗബ ചെയ്യേണ്ടടുത്ത് തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടടുത്ത് ഇസ്തിഗ്ഫാർ ചെയ്തും നമ്മൾ അതിനെ വീണ്ടും വീണ്ടും പുതുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അവസരവും നമ്മൾ അറിയാണ്ടും അറിഞ്ഞും ചെന്ന് പെടുന്ന ആ ഒരു തെറ്റുകൾ നമ്മൾ റാങ്ക് ഉയർത്താനുള്ള ഒരു അവസരമാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമുക്ക് നിർത്താൻ പറ്റുമോ അതിലെ. പക്ഷെ നമുക്ക് ഇതിനകത്തൊന്നും നമ്മളുടെ ഈമാൻ അത്ര സ്ട്രോങ് ആയിട്ടില്ല. അതെന്തുകൊണ്ടാ? സുബ്ഹാനല്ലാഹ്, ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കാനുള്ള അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കാനുള്ളതാ. നമ്മൾ അപ്പടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത്
അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരൽ നമുക്ക് പ്രയാസമായിട്ടുണ്ട്. പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രയാസമായതുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ട് കിട്ടുന്ന ഒരു ഈമാനാണ് അല്ലെ. പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ ചെയ്ത പല കാര്യങ്ങളും ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് ചില കാര്യങ്ങൾ ശരിക്കും ദുആയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. പലതും നമുക്ക് ദുആ ചെയ്യുമ്പോൾ, ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ദുആ ചെയ്ത് കഴിഞ്ഞാൽ 98% കാര്യങ്ങളും അള്ളാഹു നടത്തി തരും, 2% അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ദുആ ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് ഈമാനും അമലും പോകുന്ന ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് പ്രോസസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് വിശ്വാസം വരും, വിശ്വാസത്തിന്റെ മേലെ നമ്മൾ പ്രവർത്തിക്കും, ആ പ്രവൃത്തി നമ്മളെ വിശ്വാസം വീണ്ടും കൂട്ടും. അതുപോലെയാണ് ഈ തൗബയും. അള്ളാഹ് പറയണം, നിങ്ങൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഉയർത്തുന്നു. നമ്മൾ അതിനെ അപ്പടി അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഖൈർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറ്റും, നമ്മൾ റാങ്ക് ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ റാങ്ക് ഉയരുമ്പോൾ നമ്മൾക്ക് എന്താവും, ആ തൗബയിലുള്ള വിശ്വാസം നമ്മൾ കൂടും. ആ ഒരു ശീലം കിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഇലൈക്കൽ മസീർ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു ഒരു 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 വ്യക്തിക്കും അധികം താങ്ങാൻ പറ്റാത്തത് തരൂല. ഓരോരുത്തരുടെ കപ്പാസിറ്റി വേറെ വേറെയാണ്. ഓരോരുത്തർക്ക് പറ്റുന്നതിന്റെ ബെസ്റ്റ് ഓരോരുത്തരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുക. പറ്റാത്തത് അള്ളാഹിന്റെ അടുത്ത് പാപമോചനം തേടുക എന്നുള്ളത് പറയുമ്പം എപ്പോഴും നമ്മളെ മനസ്സിൽ വെക്കണ്ടേ, നമ്മളെ ബുദ്ധിനെ ഓർമ്മനെ ഉണർത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ ആരായിക്കോട്ടെ, അത് നമ്മളെ സ്വന്തം വീട്ടിലുള്ളവരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഇനും ദീനി മാർഗത്തിലുള്ള ആൾക്കാരെ ആരായിക്കോട്ടെ, എപ്പോഴും നമുക്ക് ആ ഒരു ബ്ലെയിമിങ് അല്ലെങ്കിൽ കുത്തല്, ഇൻസൾട്ടിങ്, ക്വസ്റ്റ്യനിങ്, ഡിമോട്ടിവേറ്റിംഗ് ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നീ ഭയങ്കര സംഭവമായിട്ട് എന്താണ് ഇപ്പൊ ഇത്, ഇതാണോ നിന്റെ അവസ്ഥ, ഇങ്ങനെയാണോ നീ ചെയ്യുന്നത് അല്ലെ, സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ടെസ്റ്റിന്റെ ഭാഗമാണ്. ഡിമോട്ടിവേറ്റഡ് ആവണ്ട. നമ്മളും നമ്മളുടെ റബ്ബും തമ്മിലുള്ളതായിരിക്കട്ടെ നമ്മളുടെ സമഅന വഅതഅന, കേൾക്കുക, അനുസരിക്കുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക, റബ്ബിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. ആൻഡ് ഗുഫ്രാനക്, എന്താണ്, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. നമ്മളിത് ചെയ്യുമ്പോണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന കഥകൾ, നമ്മുടെ ഓരോരുത്തരുടെയും റൂട്ടുകൾ നമുക്ക് നമ്മുടെ റബ്ബിനെ അറിയുള്ളൂ. നമ്മൾ ഓരോ കാര്യത്തിലും എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്. ശരിക്കും നമ്മൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ചുറ്റുപാടും പറയുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളത് ശരിക്കും ശരിയായ രീതിയിൽ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഇടാത്തത് കൊണ്ടാണ് നമ്മൾ ആര് എന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ സമയം അതിന്റെ മേലെ കളഞ്ഞ് ചിന്തിച്ച് സംസാരിച്ചില്ല, ഇന്നലെ പറഞ്ഞ ഹൃദയത്തിന്റെ ആ മോശപ്പെട്ട അവസ്ഥയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളെ ഹൃദയത്തിന് ചെന്ന് എത്തിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും നമ്മളുടെ റബ്ബും സമഅന വഅതഅന, കേൾക്കുക, അനുസരിക്കുക. പാകപ്പിഴകൾ വരും, ഗുഫ്രാനക്, അതിങ്ങനെ പോവാ. സുബ്ഹാനല്ലാഹ്. കാരണം ഇലൈക്കൽ മസീർ, അവനിലേക്കാണ് നമ്മൾ മടങ്ങുന്നത് അല്ലെ. ഈ പറയുന്ന ആൾക്കാരിലേക്ക് ഒന്നുമല്ല നമ്മൾ മടങ്ങുന്നത്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രയാസത്തിൽ എളുപ്പം തരുന്നതും ഇവരല്ല, നമ്മൾ മരിച്ചിട്ട് തിരിച്ചു ചെല്ലുന്നതും ഇവരുടെ അടുത്തേക്കല്ല, ആരാണെങ്കിലും. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിട്ടായിരിക്കും അവരുടെ മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനും കുറ്റപ്പെടുത്താനും അടങ്ങാറാക്കാനും ഒക്കെ സമയമുള്ളത്. കാരണം അവരുടെതൊക്കെ അവർ സോൾവ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇമ്പോസിബിൾ ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പം ആ പറയുന്ന ആളുകൾക്കും കൂടെ ഒരു മാതൃകയാവണമെങ്കിൽ നമ്മളും നമ്മളുടെ റബ്ബും സമഅന വഅതഅന ആൻഡ് ഗുഫ്രാനക്, കാരണം ഇലൈക്കൽ മസീർ. സുബ്ഹാനല്ലാഹ്. നമുക്ക് സമയമില്ല, സത്യമായിട്ടും ഇല്ല. ബിസി ആവുക ഇതിനകത്ത്. സമഅന വഅതഅനയിൽ പഠിക്കുക, ജീവിതത്തിൽ പ്രായോഗികമാക്കുക. പ്രയാസം വരുമ്പോൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബെ ഞാൻ അത് ശ്രമിച്ചിട്ട് പറ്റുന്നില്ലല്ലോ, ഇത് ശ്രമിച്ചിട്ട് പറ്റുന്നില്ലല്ലോ. നമുക്ക് ചോദിക്കാം, മറ്റുള്ളവരുടെ അടുത്തൊക്കെ കുറേ ചോദിക്കാം, കാരണം അവരൊക്കെ ട്രൈ ചെയ്തിട്ട് ടിപ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ, വേറെയുള്ളവർ ട്രൈ ചെയ്യുന്ന ടിപ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു പരിധി വരെയൊക്കെ ഓക്കെ ആണ്. പക്ഷെ ഉണ്ടല്ലോ, അവർക്ക് നമ്മളെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. 100% ഒന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലായത് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു സൊല്യൂഷൻ തരുന്നുണ്ടാവും. ആ സമയം വേസ്റ്റ് ആക്കാതെ റബ്ബിന്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കിയ പുതിയ 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 സൊല്യൂഷൻസ് റബ്ബിനെ നമുക്ക് തരും. ഓക്കെ, ഇനിയിപ്പം ഇത് നാളെ പിന്നെ ആ ടീച്ചർ പറഞ്ഞതിന് ആരോടൊന്നും ചോദിക്കരുത്, അത് പറഞ്ഞു വരല്ലേ പ്ലീസ്. ശരിക്കും ഇതാണ് അതിന്റെ ടിപ്പ്. നമ്മളില്ലേ ആരുടെങ്കിലും നിന്നൊക്കെ കിട്ടുന്ന ടിപ്പ് നമ്മൾ ട്രൈ ചെയ്ത് നമ്മളെ കൊല്ലങ്ങൾ വേസ്റ്റ് ആക്കുന്നതിനേക്കാളും റബ്ബിന്റെ അടുത്ത് ടിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, റബ്ബിനനുസരിക്കാനുള്ള ടിപ്പ് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേഗം വേഗം നടക്കും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ താണ്ടി പോവാം. ഭയങ്കര എളുപ്പമാണ് അത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു ത്രില്ലുമാണ്. കാരണം നമുക്ക് കിട്ടാൻ പോണത് വേറൊരാളും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു സൊല്യൂഷൻ ആയിരിക്കും, നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് ആ ജീവിതത്തിന്. ഓക്കെ, അപ്പം എന്താണ്, സമഅന വഅതഅനയിൽ ബിസി ആയിരിക്കുക. നമുക്കറിയില്ല നമ്മുടെ മസീർ അല്ലെ, റിട്ടേൺ എപ്പോഴാണ്, അടുത്ത മൊമെന്റ് ആണോ അല്ലേന്ന്.
അപ്പം നമ്മളും നമ്മളുടെ റബ്ബുമായിട്ടുള്ള ആ ഒരു സമയം അത് റിസർവ് ചെയ്ത് വെക്കുക. കുറച്ച് സമയം ഡെയിലി മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു, മറ്റുള്ളവർക്ക് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നും അവരെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറേ സമയങ്ങളുണ്ടാവും എല്ലാവർക്കും. അതിൽ നിന്നും കുറച്ച് സമയം കട്ടുക, ഡെയിലി കുറച്ച് സമയം കട്ട് റബ്ബിന് വേണ്ടി കൊടുക്കുക. റബ്ബിന് വേണ്ടി കൊടുക്കാല്ല, റബ്ബിന് കൊടുത്താൽ ആർക്കാ ഗുണം? നമ്മക്കാ ഗുണം അല്ലെ? എന്നിട്ട് അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന നമ്മുടെ ലിപ് സർവീസും ലിംബ് സർവീസും, ലിപ് സർവീസ് എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ടുള്ള പരിപാടികൾ അല്ലെ, ദിക്റുകളും ഈവൻ നമസ്കാരങ്ങളുള്ള ദുആകളും ഖുർആനോത്തുകളും ഒക്കെ നമ്മുടെ ലിപ് സർവീസ് ആണ്. ലിംബ് സർവീസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പല ഇബാദത്തുകളും കൈക്കും കാലിനുള്ള എക്സസൈസ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ഹൃദയം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ടൈം ഡെയിലി, അത് ഒരു ദിവസം 1 മിനിറ്റ് കൊടുക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മെല്ലെ മെല്ലെ അത് 2 മിനിറ്റ് ആക്കുക, 5 മിനിറ്റ് ആക്കുക. ഡെയിലി നിർബന്ധമായിട്ടും ഒരു സമയം കാണാം. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ അത് നമ്മൾ നിസ്കാരത്തിന്റെ പുറത്തൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിന്റെ ഉള്ളിലും അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, അത് നമ്മൾ ശ്രമിച്ചു തുടങ്ങണം, പുഷ് ചെയ്യണം. നമ്മൾ അതിലേക്ക് അത്ര എളുപ്പമല്ല, കാരണം ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പിശാച് ഭയങ്കരമായിട്ട് ഇടപെടും, എല്ലാവിധ തിരക്കുകളും നമുക്കുണ്ടാവും. നമുക്കതിന് പറ്റൂല. കാരണം ഹൃദയം കൊടുക്കുക എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് കുറച്ചും കൂടെ മേലെയുള്ള ഒരു ലെവലാണ് അല്ലെ, നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നതിന്റെ അടുത്ത ലെവലാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം അല്ലെ, തദബ്ബുർ ചെയ്യാൻ പറ്റുന്നുണ്ട്, തദബ്ബുർ ചെയ്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ സംഭവം റബ്ബുമായിട്ടില്ലേ, റബ്ബ് നമ്മളടുത്ത് സംസാരിക്കുന്ന ഖുർആനാവുന്ന കലാം തദബ്ബുർ ചെയ്തുകൊണ്ട് റിസൈറ്റ് ചെയ്യുക, റബ്ബിന് വേണ്ടിയിട്ട് ഹൃദയം കൊടുത്ത് സമയം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ലെവലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, നമുക്കറിയാം പല സമയങ്ങളിലായിട്ട് ഏകാന്തമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മക്കത്തൊക്കെയുള്ള ഗുഹകളിലും ഒക്കെ പോയി സമയം ചെലവഴിച്ചിരുന്ന ഒരു സമയം, അത് റബ്ബുമായിട്ടുള്ള സമയം, റബ്ബുമായിട്ട് ഹൃദയം കൊണ്ടുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് മെല്ലെ 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 ശീലിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്കത് എളുപ്പമാവും. അപ്പൊ അത് ഞാൻ പറയണ 1 മിനിറ്റിൽ നിങ്ങൾ തുടങ്ങുക. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം 1 മിനിറ്റ്, പിന്നെ 2 മിനിറ്റ് ആക്കുക. അങ്ങനെ നീട്ടി അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ, പിന്നെ നമ്മുടെ തഹജ്ജുദുകളൊക്കെ നമുക്ക് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. സുബ്ഹാനല്ലാഹ് എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ആഗ്രഹം. ഓക്കെ, ഞാനും തുടങ്ങാൻ പോണേയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചങ്ങ് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഈ 2 ആയത്തുകൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആമന റസൂലിന്റെ ആദ്യത്തെ ആയത്തും ഇനി വരാൻ പോകുന്ന ആയത്തും സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്കറിയാം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. വളരെ സ്പെഷ്യലാണ്. ഹൗ സ്പെഷ്യൽ, എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശിന്റെ താഴെയുള്ള ഒരു നിധിയിൽ നിന്ന് ഉള്ളതാണ് ഈ 2 ആയത്തുകൾ അല്ലെ. ഇന്നഹുന്ന ലമിൻ കൻസിൻ തഹ്തൽ അർശ്. സുബ്ഹാനല്ലാഹ്. സുനൻ ദാരിമിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പം അത്രയും സ്പെഷ്യലാണ് ഈ ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്, സ്പെഷ്യൽ ട്രഷറാണ് അല്ലെ. ഇനിയിപ്പം ചിന്തിക്കേണ്ട, അതിപ്പം നിധി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ, ഇത് ആയത്തല്ലേ, ഇത് നമ്മൾ നാവുകൊണ്ട് ചൊല്ലുന്നതല്ലേ, അത് ഫിസിക്കൽ അല്ലല്ലോ. അങ്ങനെയൊന്നും ഇപ്പൊ വിചാരിക്കേണ്ട. അതൊന്നും വിചാരിച്ചാൽ നമ്മളിപ്പോ എവിടെ എത്തുകയില്ല. അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, സ്പെഷ്യലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ട്രഷറായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തുകളെ കുറിച്ച് നമ്മൾ മുമ്പ് സൂറ ഫാത്തിഹ പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ. ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഗേറ്റ്, സ്വർഗത്തിന്റെ ഒരു വാതില്, അതുവരെ അതിനു മുമ്പ് തുറന്നിട്ടില്ലാത്ത ഒരു വാതില് തുറന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും ഇപ്പൊ വലിയൊരു ഇവന്റ് ഒക്കെ നടക്കുമ്പോൾ സ്പെഷ്യൽ ഗസ്റ്റിനെ എല്ലാവരും വരുന്ന വഴിയിലൂടെ കൊണ്ടുവരില്ല അല്ലെ. അവർക്ക് വേറെ തന്നെ എൻട്രൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. കാരണം മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് അവരെ സ്പെഷ്യൽ ആക്കിയിട്ട് കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡോറ് തുറന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആയത്തുകളാണ് ഇത്. സുബ്ഹാനല്ലാഹ് അല്ലെ. പിന്നെ ഇത് മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതിലെ. ഇത് ഫാത്തിഹത്തുൽ കിതാബും ഈ ആമന റസൂലും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ ഫാത്തിഹയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഒരുപാട് നീട്ടി പറയുന്നില്ല. പിന്നെ വേറെന്താ പറയാനുള്ളത്? അതായത് ഈ സൂറത്തുൽ ബഖറയിലെ അല്ല, ഈ ഒരു ആമന റസൂൽ പറയുമ്പം അതിന്റെ ആയത്തുകൾ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും മുമ്പുള്ള പല ജനതക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. ആമന റസൂലിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് നമുക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ സ്പെഷ്യൽ ആയിട്ട് തന്നെ കരുതുക. ഓക്കെ, ഇനി അടുത്തൊരായത്ത് ആര്
രാത്രിയിൽ ഈ ആമന റസൂല് ഓതിയിട്ട് കിടക്കുന്നുവോ അവന് അത് മതിയാകുന്നതാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, അവനത് മതി എന്നാണ് പറയുന്നത്. മതിയാവുന്നതാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട്. ഒന്ന്, അവന് ആ രാത്രിയിൽ അവന്റെ സംരക്ഷണത്തിന് അത് മതിയാവുന്നതാണ്. ജിന്നുകളും ഷെയ്ത്താനും മറ്റുള്ള ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും അവനുണ്ടാവില്ല, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുന്ന. പിന്നെ വേറൊരു ഒപ്പീനിയനിൽ വരുന്നത് അത് അവന് രാത്രി നമസ്കാരത്തിന് പകരം മതിയാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ രാത്രി നമസ്കാരം അല്ലെങ്കിൽ തഹജ്ജുദ് ഖിയാമുൽ ലൈലൊക്കെ നമസ്കരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമ്മളുടെ ദ്വാകളും പാപമോചനവുമാണ് മെയിൻ ആയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ രണ്ട് ആയത്തുകൾ അതിന് പകരം, എന്ന് വെച്ചാൽ ആരും തഹജ്ജുദ് നിർത്തിയിട്ട് ആമന റസൂൽ വാക്കാണെന്നല്ല കേട്ടോ പറയുന്നത്, അത്രക്കും ഹെവിയാണ്, അതിന് ഈക്വലന്റ് ആണെന്ന്. കാരണം ചിലപ്പോഴെങ്കിലും നമ്മൾ അല്ലെ സ്ഥിരമായിട്ട് നമസ്കരിക്കുന്നവർ അലാറം ഒക്കെ വെച്ച്, നേരത്തെ അലാറം വെച്ചാലും ഉറങ്ങിപ്പോവും അല്ലെ, ബാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും എഴുന്നേക്കുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് സ്ഥിരമായിട്ട് തഹജ്ജുദൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഖിയാമുൽ ലൈലിന് ഈക്വലന്റ് ആണ് ആമന റസൂൽ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം നമ്മൾ ഖിയാമുൽ ലൈലിൽ നമ്മൾ നടത്തുന്ന പാപമോചനവും കൂടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്രക്കും പ്രാപ്തമായിട്ടുള്ള ഒരു ആയത്താണിത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അടുത്ത ആയത്തിലേക്ക്. ട്രാൻസ്ലേഷൻ: ഒരു ആത്മാവിനോടും അല്ലെങ്കിൽ ഒരു വ്യക്തിയോടും അതിന് നിവൃത്തിയുള്ളതല്ലാതെ അള്ളാഹു ശാസിക്കുകയില്ല. അത് സമ്പാദിച്ചത് അല്ലെങ്കിൽ നന്മ അതിനെ തന്നെയായിരിക്കും, അത് സമ്പാദിച്ച് കൂട്ടിയത് അല്ലെങ്കിൽ തിന്മയും അതിനെ തന്നെയായിരിക്കും. പ്രാർത്ഥിക്കുക: ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾ അബദ്ധം ചെയ്യുകയോ ചെയ്തുവെങ്കിൽ നീ ഞങ്ങളെ പിടികൂടരുതേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ നീ ഭാരം ചുമത്തുകയും ചെയ്യരുതേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് സാധ്യതയില്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കുകയും ചെയ്യരുതേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യണമേ. നീ ഞങ്ങളുടെ യജമാനനാകുന്നു, ആകയാൽ അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. വാക്കർത്ഥം നോക്കാം. ലാ യുകല്ലിഫുല്ലാഹ, അള്ളാഹു ശാസിക്കുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കുകയില്ല, നഫ്സൻ ഒരു ആത്മാവിനോടും, യുകല്ലിഫ് കാഫ് ലാം ഫ, ഇല്ലാ വുസ്അഹ അതിന്റെ നിവൃത്തി അല്ലെങ്കിൽ സൗകര്യം കഴിവ് അല്ലാതെ, വാവ് സീൻ ഐൻ, ലഹ അതിനാണ് അല്ലെങ്കിൽ അതിനുണ്ടായിരിക്കും, മാ കസബത്ത് അത് സമ്പാദിച്ചത്, കാഫ് സീൻ ബ, വ അലേഹ അതിന്റെ മേലും തന്നെ അല്ലെങ്കിൽ അതിനെ തന്നെ, മക്തസബത്ത് അത് സമ്പാദിച്ചു കൂട്ടിയത്, സെയിം റൂട്ടാണ് കാഫ് സീൻ ബ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്ന ഞങ്ങളെ നീ പിടികൂടരുതേ, ഹംസ ഖ ദാൽ, ഇൻ നസീന ഞങ്ങൾ മറന്നുപോയെങ്കിൽ, നൂൻ സീൻ യാം, ഔ അഖ്തഅന അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധം ചെയ്തെങ്കിൽ, ഖ ത ഹംസ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലാ തഹ്മിൽ നീ ചുമത്തുകയും ചെയ്യരുതേ, ഹ മീം ലാം, അലൈന ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക്, ഇസ്റൻ ഭാരം അല്ലെങ്കിൽ ഞെരുക്കം, ഹംസ സ്വാദ് റോ, കമാ ഹമൽതഹു നീ അത് ചുമത്തിയതുപോലെ, അലല്ലദീന യാതൊരുവരുടെ മേൽ, മിൻ ഖബ്ലിന ഞങ്ങളുടെ മുമ്പുള്ള. റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലാ തുഹമ്മിൽന സെയിം റൂട്ടാണ്, ഹ മീം ലാം ഞങ്ങളെ നീ വഹിപ്പിക്കുകയും ചെയ്യരുതേ, മാ യാതൊന്നിനെ, ലാ താഖത കഴിവില്ല സാധിക്കുകയില്ല, താഖത്ത് തോ വാവ് ഖാഫ്, ലനാ ബിഹ് ഞങ്ങൾക്ക് അതിന്, വഅഫു അന്ന ഞങ്ങളെ കുറിച്ച് നീ മാപ്പ് നൽകുകയും വേണമേ, ഐൻ ഫ വാവ്, ഇഗ്ഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്തു തരികയും വേണമേ, വർഹംന ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ, അൻത മൗലാന നീ ഞങ്ങളുടെ യജമാനാകുന്നു, വാവ് ലാമിയ, ഫൻസുർന ആകയാൽ ഞങ്ങളെ നീ സഹായിക്കണേ, നൂൻ സ്വാദ് റോ, അലൽ ഖൗം ഞങ്ങളുടെ ജനങ്ങളുടെ മേൽ, അൽ കാഫിരീൻ അവിശ്വാസികളായ. തഫ്സീർ നോക്കാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ അള്ളാഹു ഒരു നഫ്സിനെയും അല്ലെ അമിതമായിട്ട് ഭാരം വഹിപ്പിക്കൂല എന്നുള്ളത്, ഇല്ലാ വുസ്അഹ അതിനെ കൊണ്ട് കഴിയുന്നതല്ലാതെ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ലാതെ. യുകല്ലിഫ് എന്ന് പറയുന്നത് തെക്ലീഫിൽ നിന്നാണ്, കാഫ് ലാം ഫ. തെക്ലീഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരാൾക്ക് അതായത് എന്തെങ്കിലും ഒന്ന് ഒരാളുടെ മേൽ ഇമ്പോസ് ചെയ്യുക, അടിച്ചേൽപ്പിക്കുക, അത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾക്ക്, അതായത് ഓരോരുത്തർക്കും അതിപ്പോ ഈ ഒരു വ്യക്തിക്ക് ചലഞ്ചിങ് ആണെന്നുള്ളത്, സെയിം സംഭവം വേറെ ഒരാൾക്ക് ചലഞ്ചിങ് ആയിരിക്കൂല. ഓക്കെ, ഒരാളുടെ മേൽ അയാൾക്ക് പ്രയാസമുള്ള എന്തെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കുക, അത് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും തക്ലീഫായിട്ട് തോന്നുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇപ്പൊ നമ്മള് ആ മാസത്തിൽ നടക്കുന്ന 2 എക്സാം, എത്ര ആയത്തുകളാണ് അല്ലെ, ഭയങ്കര പ്രയാസമാണ്, നമുക്കതൊക്കെ തക്ലീഫാണ്, ഭാരമാണ്. സുബ്ഹാനല്ലാഹ്.
തോന്നാറുണ്ട് ചിലപ്പോഴെങ്കിലും. അതേപോലെ ഇൽം ടു അമലിൽ പറയുമ്പോൾ ജേണലിലേക്ക് വരുമ്പോൾ അല്ലെ, ജേണൽ എഴുതുക, എന്നിട്ട് ആ എഴുതിയതുപോലെ ചെയ്യുക, തൗബ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഇനി അതല്ല ഹിഫ്ള് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, ടീച്ചർ ചിലപ്പം അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിന്റെ നിയമപ്രകാരം 3 പ്രാവശ്യം 5 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ ഡെയിലി റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഭയങ്കര പ്രയാസമാണ് അല്ലെ, നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്, തക്ലീഫാണെന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതാണ് ജീവിതം അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഞാൻ ഒരു നഫ്സിനും അല്ലെ പ്രയാസം, അമിത ഭാരം ഏർപ്പെടുത്തൂല ഇല്ലാ വുസ്അഹ, അവന്റെ വുസ്അ അനുസരിച്ചല്ലാതെ, അതായത് അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അല്ലാതെ. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് വുസ്അ? വാവ് സീൻ ഐൻ. വുസ്അ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി, കഴിവ്. ഓക്കെ, അവന് ചെയ്യാൻ പറ്റുന്ന, അത് നോർമൽ സാഹചര്യങ്ങളിൽ ഭയങ്കര എക്സ്ട്രാ എഫേർട്ട് ഇടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വുസ്അ എന്ന് പറയുന്നത്. നമ്മളെടുത്ത ഒരു വലിയ മീൽ ബിരിയാണിയും എന്താണ് ഒരു ചോറും കറിയും പത്തിരിയും എല്ലാം കൂടെ 1 മണിക്കൂറിൽ അങ്ങോട്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ 15 മിനിറ്റിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ. ഒരുവിധം ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ കൊണ്ടൊക്കെ, ചിലപ്പം 1 മണിക്കൂറിന് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ 15 മിനിറ്റിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കപ്പാസിറ്റിന്റെ അപ്പുറത്താണ് അല്ലെ, വുസ്അന്റെ അപ്പുറത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ഒരു വ്യക്തിക്കും അവന് താങ്ങാൻ പറ്റുന്നതിന്റെ മേലെ അള്ളാഹ് കൊടുക്കൂല. തക്ലീഫ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ടും വരും, തക്ലീഫ് ഷറഈയും തക്ലീഫ് കൗനിയും വരും. തക്ലീഫ് ഷറഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ കൽപ്പനകൾ, ഓക്കെ, ദീനില് നമ്മളെ മേലുള്ള ബാധ്യതകൾ, ഷറഈ ആയിട്ടുള്ള നിയമങ്ങൾ. ഓക്കെ, തക്ലീഫ് കൗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ, ഡിക്രീസ്, അതായത് അള്ളാഹ് തീരുമാനിക്കുന്ന കുറെ കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറെ കൽപ്പനകൾ തന്നിട്ടുണ്ട് അല്ലെ. 5 നേരം നമസ്കരിക്കാൻ വേണ്ടി നമുക്ക് 5 നേരം നമസ്കരിച്ചൂടെ? മാനുഷികമായിട്ട് നോക്കുമ്പോൾ പോസിബിൾ അല്ലേ? യെസ്. കാരണം 50 പ്രാവശ്യം അല്ലല്ലോ നമ്മളെടുത്ത് നമസ്കരിക്കാൻ പറഞ്ഞത് അല്ലെ, 5 നേരമാണ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് പോസിബിൾ ആണ്. അൽഹംദുലില്ലാഹ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാൻ പോസിബിൾ ആണ് അല്ലെ, ഒരു നോർമൽ സിറ്റുവേഷനിൽ അത് പോസിബിൾ ആണ്. പിന്നെ റമളാനിൽ 1 മാസം നോൻപ് നോൽക്കാൻ അൽഹംദുലില്ലാഹ് പോസിബിൾ ആണ്. പക്ഷെ ഒരു കൊല്ലം നോൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ കപ്പാസിറ്റിക്ക് താങ്ങൂലായിരുന്നു. നിസ്കരിക്കുന്നതിന് മുമ്പ് വുളു എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കപ്പാസിറ്റിക്ക് ഓക്കെ ആണ് അല്ലെ. നമ്മളോട് നിസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാ വക്തിനും മുമ്പ് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റൂലായിരുന്നു അല്ലെ. അപ്പം ഷറഈ ആയിട്ടുള്ള ഏതൊരു കൽപ്പന എടുത്തു കഴിഞ്ഞാലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം, അള്ളാഹിന്റെ സൃഷ്ടികൾ അല്ലെ, അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അള്ളാഹ്ക്ക് അറിയാം ഇത് എന്റെ സൃഷ്ടികൾക്ക് സാധിക്കും എന്നുള്ളത്. അപ്പം അള്ളാഹു അമിത ഭാരം ചുമത്തൂല. ഇനി നമ്മള് കൗനിയായിട്ടുള്ള നമ്മളെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ അള്ളാഹു ചിലരെ ഭയങ്കര രോഗികളാക്കി മാറ്റാറുണ്ട് അല്ലെ, ഭയങ്കര രോഗം കൊടുക്കാറുണ്ട്. അത് അള്ളാഹ് കൊടുക്കാർക്കാ എങ്ങനെയാ? അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതാണ്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അവരെ സൃഷ്ടാവായ റബ്ബിന് അറിയുന്നത് കൊണ്ടാണ് അല്ലെ. അതുകൊണ്ടാണ് അവരെ അള്ളാഹു സിക്കാക്കിയത്. ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുകയാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട്. അതെന്തുകൊണ്ട് അള്ളാഹു അവരെ ചൂസ് ചെയ്ത് അത് കൊടുത്തത്? അവർക്കത് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അവർക്ക് അതാണ് ബെസ്റ്റ്, അവർക്കത് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡിവോഴ്സ് അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നം, ഇതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാ? അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അത് ആ ഒരു പ്രോമിസാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തരുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹ് ഈ പ്രോമിസ് തന്നു. നമ്മളൊക്കെ ഖുർആനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. എന്നാൽ നമുക്കൊക്കെ പ്രശ്നം വരുമ്പോൾ റബ്ബേ ഇതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലത്തെ ഒരു പരീക്ഷണം റബ്ബേ ദുനിയാവിൽ ഒരാൾക്കും കൊടുക്കല്ലേ അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? ഇത് എനിക്ക് താങ്ങാൻ പറ്റാത്തതാണ് എന്റെ റബ്ബ് തന്നിട്ടുള്ളത്. ആക്ച്വലി അത് താങ്ങാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അള്ളാഹിന്റെ പ്രോമിസ് ആണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന എന്തൊരു ചലഞ്ച് ആണെങ്കിലും, എന്തൊരു ടെസ്റ്റ് ആണെങ്കിലും, ഓക്കെ, എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് പറ്റുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊസിഷനിൽ നമ്മളെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ, ആ പ്രോബ്ലത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും സക്സസ്ഫുൾ ആയിട്ട് പുറത്തു വരാൻ പറ്റുമെന്ന് അള്ളാഹ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അള്ളാഹ് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ നമ്മൾ ജീവിതത്തിൽ തകർന്നു പോകാൻ വേണ്ടിയിട്ടോ തന്നിട്ടുള്ളതല്ല. നമുക്ക് അത് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് റബ്ബ് അത് തന്നത്. പക്ഷെ ജയിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളെ തീരുമാനമാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ജയിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. പലപ്പോഴും നമുക്ക് മറന്നു പോണ ഒരു കാര്യമാണ് അത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, കാരണം പലപ്പോഴും നമുക്കതിൽ ജയിക്കണമെങ്കിൽ നമ്മൾ മാറേണ്ടി വരും അല്ലെ. എന്തിനുള്ള സൊല്യൂഷനും ഖുർആനിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്തൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനും ഖുർആനിലുണ്ട്. ഖുർആനിലേക്ക് നമ്മളൊരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും ഖുർആൻ എന്താ നമ്മളടുത്ത് പറയാ? നമ്മൾ മാറണം,
നമ്മൾ മാറണം, നമ്മൾ വീണ്ടും മാറണം അല്ലെ? അതിന് നമ്മൾ തയ്യാറില്ല. അപ്പൊ നമുക്ക് അതിനേക്കാളും ഇഷ്ടം എന്താ? തോറ്റു കൊടുക്കല്. സുബ്ഹാനല്ലാഹ്. അപ്പം ജയിക്കണോ വേണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല തന്നിട്ടുള്ളത്. നമ്മൾ ചിലപ്പം ശ്രമിച്ചു, മാറാൻ ശ്രമിച്ചു, സക്സസ് ആയിട്ടുണ്ടാവില്ല. വീണ്ടും ഹാർഡർ ആയിട്ട് ട്രൈ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹിന്റെ ഉറപ്പാണ് ഇത് നിന്റെ കപ്പാസിറ്റിയിൽ ഉള്ളതാണെന്ന് അല്ലെ? പക്ഷെ നമ്മളെന്താ പറയാ, എന്നെ കൊണ്ട് പറ്റൂല, ഇത് ഭയങ്കര പ്രയാസം, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്, നോ വേ, ഇത് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മളോട് പറയാം, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് പറ്റുന്നതേ എന്റെ റബ്ബ് തന്നിട്ടുള്ളൂ അല്ലെ? ഈ ഒരു സാഹചര്യം വേറൊരാൾക്ക് അല്ലാത്ത കൊടുത്തിട്ടില്ലല്ലോ അല്ലെ? മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും നമുക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കുക, അത് അവർക്കൊക്കെ അള്ളാഹു ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതേ റബ്ബിനെ എനിക്ക് തരാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. അപ്പൊ റബ്ബ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ആ കാര്യം തന്നെങ്കിലേ എനിക്ക് റബ്ബ് ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ വരൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന്, അതുവഴി ഞാൻ ജയിക്കും എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാം അല്ലെ? എനിക്ക് വേറെ ചോയ്സ് ഇല്ല ഇത് ചെയ്യല്ലാണ്ട്, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും അല്ലെ? തോറ്റുപോയതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം? ആ സ്റ്റേജിൽ തന്നെ അങ്ങോട്ട് കിടക്കുക നമ്മൾ, പിന്നെ നമുക്ക് ഉയരാൻ പറ്റുന്നില്ല അല്ലെ? റസൂലിന്റെ സുന്നത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് അല്ലെ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കും, എല്ലാ ഉളുവിന്റെ നിസ്കാരത്തിന്റെ എല്ലാ സുന്നത്തും നമ്മൾ എടുക്കും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യം കാണിച്ചു തന്ന ഈമാനിലുള്ള സുന്നത്ത് നമ്മൾ എടുക്കൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളുള്ള സുന്നത്തുകൾ നമ്മളങ്ങ് എടുത്തു കളയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളടുത്ത് തന്നെ പറയാ, റബ്ബ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തന്നിട്ടുണ്ടെങ്കിൽ, റബ്ബ് പറഞ്ഞ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഞാൻ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇത് എന്നെ കൊണ്ട് പറ്റും. ഓക്കെ. അപ്പൊ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ നല്ലത് ചെയ്യാൻ പറ്റും, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഉദാഹരണത്തിന് നമ്മളടുത്ത് ആരെങ്കിലും സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ പെട്ട ആരെങ്കിലും നമ്മളോട് സ്ഥിരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഭയങ്കര ബുദ്ധിമുട്ടോ, ഇവരെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ റബ്ബ് ഇവരെ എന്റെ ജീവിതത്തിൽ തന്നത് അല്ലെ? എന്തിനാണെന്നറിയോ തന്നത്? നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ആ കോൺഫ്ലിക്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൈർ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ ഇട്ടത്. ഓരോരുത്തരെയും അവനവനുള്ള ഓരോ സിറ്റുവേഷനിലും അള്ളാഹു ഇട്ടത് അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെയൊക്കെ ജീവിതത്തിലെ ചില പ്രത്യേക ആളുകളെ നമ്മളെ പാർട്ടാക്കിയത് എന്തിനാ? നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാക്കിയത് എന്തിനാ? അതുകൊണ്ട് അത് നമുക്ക് പറ്റുകയും ചെയ്യും. അവരിൽ നിന്ന് വരുന്നത് എന്തും അത് നമുക്ക് പറ്റുകയും ചെയ്യും. അത് നമ്മളെ അടുത്ത ലെവലിലേക്ക് ഉയരാൻ അനുവദിക്കുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അപ് ടു അസ്, നമുക്ക് തീരുമാനിക്കാം, നമ്മൾ അതിലൂടെ ഹൈർ ഉണ്ടാക്കണോ ഷർ ഉണ്ടാക്കണോ, നന്മ ചെയ്യണോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണോ. നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലഹാ മാ കസബത്, അവർക്ക് അവർ സമ്പാദിച്ചത് ഉണ്ട് അല്ലെ? കസബത്ത്, കസ്ബ്, കാഫ് സീൻ ബ, ഒരു വ്യക്തി എന്താണോ സമ്പാദിക്കുന്നത് അതാണ് കസ്ബ്. ലഹ, ഓക്കെ, അതിനെ ഫേവർ ചെയ്തിട്ട്, ഓക്കെ, ആ നന്മയ്ക്ക് ഫേവർ ചെയ്തിട്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തി നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ഒരു വ്യക്തി നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ അവന് അതിന്റെ പ്രയോജനം ഉണ്ടാവും. ഓക്കെ, അതിന്റെ പ്രതിഫലം അവന് ഉണ്ടാവും. ഇനി നമുക്കൊരു സാഹചര്യം വന്നു, ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ തിന്മയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യാനും അവരെ കുറ്റപ്പെടുത്താനും അവരോട് തല്ലുണ്ടാക്കാനും, ഇനി വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു നമസ്കാരം അതുപോലെ നമുക്ക് ശർഈ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കാനും, അത് കൂടുതൽ മോശപ്പെട്ട രീതിയിൽ ചെയ്യാനും, അത് തന്നല്ലോ എന്നെ കൊണ്ട് പറ്റൂലല്ലോ എന്നുള്ള പരാതി പറയാനാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു പറയുന്നു വഅലൈഹ മക്തസബത്, അതായത് തിന്മയാണ് സമ്പാദിച്ചു കൂട്ടുന്നതെങ്കിൽ അതും ആ നഫ്സിന്റെ മേലെ തന്നെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതായത് അവൻ ചെയ്യുന്ന തിന്മയുടെ കോൺസിക്വൻസ് അവന് തന്നെയുള്ളതാണ്. അപ്പം ചോയ്സ് നമ്മളുടെ അടുത്താണ് അല്ലെ? നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ? സുബ്ഹാനല്ലാഹ്. നന്മ ചെയ്താൽ പ്രതിഫലമുണ്ട്, തിന്മ ചെയ്താൽ ശിക്ഷയുണ്ട്. ലഹാ മാ കസബത് വഅലൈഹ മക്തസബത്. ഈ രണ്ട് വാക്കുകൾ സുബ്ഹാനല്ലാഹ്, കസബത്, ഇക്തസബത്, എന്തിനാ ഈ ഡിഫറെന്റ് ഫോം യൂസ് ചെയ്തിട്ടുള്ളത്? പല റീസൺസും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിനകത്തുള്ള ഒരു റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കസബത്ത് പറയാൻ എളുപ്പമാണ് അല്ലെ? ഇക്തസബത്ത് കുറച്ച് പ്രയാസമല്ലേ? കുറച്ചധികം ലെറ്റേഴ്സും ഉണ്ട്, പറയാനും കുറച്ച് പ്രയാസമുണ്ട്. ശരിക്കും കെസബ എന്ന് പറയുന്ന, അതായത് നമ്മൾ നന്മകൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇക്തസബ എന്ന് പറയുന്നത്, നമ്മൾക്കൊരു സിറ്റുവേഷനിൽ നമ്മൾ നേടുന്ന തിന്മ എന്ന് പറയുന്നത് അത് ശരിക്കും കുറച്ച് പ്രയാസമാണ്. നമ്മൾ അത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് തീരുമാനിച്ചിട്ട്
ഡെലിബറേറ്റ്ലി അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് എക്സ്ട്രാ എഫേർട്ട് ഇട്ടെങ്കിൽ തന്നെ നമുക്ക് ആ തിന്മ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, അത് ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെ മനസ്സിനും ഭയങ്കര ഭാരം തന്നെ, ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഭാരം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതൊരു യാഥാർത്ഥ്യം. നമ്മളൊന്ന് ഇറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും നന്മ ചെയ്യാനുള്ള അവസരം വളരെ ഈസി ആയിട്ടാണ് നമ്മളെ മുന്നിലേക്ക് വരിക. അതിപ്പം ഷറഈ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ ബാധ്യതയാക്കിയിട്ടുള്ള നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഷറഈ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, ഇപ്പൊ നമസ്കാരം അതുപോലത്തെ എന്ത് കാര്യമാണെങ്കിലും ശരിക്കും അതുവഴി ഏൺ ചെയ്യാനും അത് ചെയ്യാനും നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അവിടെ തിന്മ ചെയ്യാനാണ് നമുക്ക് പ്രയാസം, അല്ലെ? ഒന്ന് വെറുതെ സിമ്പിളായിട്ട് ആലോചിച്ചു. നമ്മളടുത്ത് നമ്മൾ ഫോണിൽ തോണ്ടിയിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുകയാണ്. ശരിക്കും ഒരൊറ്റ മൊമെന്റിൽ ഒന്നും മനസ്സ് റീസെറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫോൺ അവിടെ മാറ്റി വെച്ച് പോയി നിസ്കരിക്കാൻ ഭയങ്കര സുഖമാണ് അത് ചെയ്യാൻ. ആ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അള്ളാഹ് എടുക്കുമ്പോഴും നമസ്കരിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ലോഹർ കറക്റ്റ് സമയത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ എത്ര സമയം എന്തൊക്കെ പണി ചെയ്താലും അസ്രാവാത്ത പോലെ തോന്നും, അല്ലെ? എന്നാൽ നമ്മൾ തിന്മയാണ് അവിടെ ചെയ്യാൻ വിചാരിക്കുന്നത്. അവിടെ കട്ടെ, ഈ പണി ചെയ്യട്ടെ എന്നാണെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് അത് ശരിക്കുള്ള നമുക്ക് വേണ്ട ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ പണിയും ഭാരമായിരിക്കും, നമ്മളെ മനസ്സിനും ഭാരമായിരിക്കും, കുറ്റബോധമായിരിക്കും. ആ ചെയ്യുന്ന നമസ്കാരവും ഭാരമായിരിക്കും, ആ നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് ഭാരമായിരിക്കും. ഇത് ശർഈയായ കാര്യങ്ങളിലേക്ക്. ഇനി കൗനിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, നമ്മളൊക്കെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മളെ ചുറ്റുപാടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുത്തുകളും പവിഴങ്ങളും ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും നമ്മളെ ചുറ്റുപാടും അള്ളാഹു ഇട്ട് വെച്ചിട്ടുള്ള ഒരുപാട് മുത്തുകളും പഴങ്ങളും ഉണ്ട്. അത് ചിലപ്പം സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടായിരിക്കാം, കുടുംബപരമായ പ്രശ്നങ്ങളായിട്ടായിരിക്കാം, ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുള്ള മക്കളായിട്ടായിരിക്കാം, പ്രയാസമുള്ള മാതാപിതാക്കളായിട്ടായിരിക്കാം, ഇണകളായിട്ടായിരിക്കാം, ഇൻലോസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഹിദായത്തില്ലായ്മയായിരിക്കാം പലരുടെയും. അങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുകളും പവിഴങ്ങളും ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ മുത്തും പവിഴമായിട്ടല്ല കാണുന്നത്, ചാർക്കോളായിട്ട് കൽക്കരിയായിട്ട് കാണുന്നത് എന്നുള്ളത് വേറെ. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അള്ളാഹുന്റെ ഏറ്റവും ബെസ്റ്റ് അബ്ദായിരിക്കുക എന്നുള്ളതും ഖിലാഫ എന്നുള്ളത് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ സൂറത്ത് ബഖറയിൽ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിന്റെ അടുത്ത് പറയുന്നുണ്ടല്ലേ, ഞാൻ ഖലീഫമാരായിട്ടാണ് അവരെ അയക്കുന്നത്, അല്ലെ? അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടാണ് ഖിലാഫ എന്ന് പറയുന്നത്, എല്ലാവരുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു പക്ഷേ പുറത്തിറങ്ങി ആ ഒരു ഖിലാഫത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെ വീടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത്, അല്ലെ? നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്ക് ദീനെന്ന് അല്ലെ, ഖുർആനെ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ പുറത്തു പോയി സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് പറ്റാത്ത കാര്യം നിങ്ങളെ വീട്ടിനകത്തുള്ള ആളുകളിലേക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് അവരെയൊക്കെ നമുക്ക് പ്രയാസമാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെ? നമ്മളെ വീട്ടിനകത്ത് ഖിലാഫത്തിന് വേണ്ടിയിട്ടുള്ള അവസരം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാന്റെ കലാമ് നമ്മുടെ വാക്കുകൾ കൊണ്ടും അവര് നമ്മളോട് പറയുന്ന പല കാര്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് ഖിലാഫത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ദഅവ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അള്ളാഹു ഈസി ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അവിടെ കെസബത്ത് നേടാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്, സാഹചര്യം എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മള് എന്താ ചൂസ് ചെയ്യാ? ടു ഡു ബാഡ്, അല്ലെ? അപ്പൊ നമുക്ക് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇത് മുത്തും പവിഴമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇവരൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്താ കൽക്കരിയായിട്ടാണ് കാണുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ തിന്മ ചെയ്യാനാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര പ്രയാസമായി മാറാണ്. കുറെ എഫേർട്ട്, അല്ലെ? ഫുൾ ടൈം നമ്മൾ അതിനെ കുറിച്ചുള്ള ചിന്ത. എന്നാലും ഇവരെന്താ അങ്ങനെ എനിക്ക് ഇത്ര പ്രയാസം ഉണ്ടാക്കുന്നു, അവരോട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയണം, അത് പറയണം. ഈ ചിന്തിക്കുന്ന അത്രയും സമയം നമുക്ക് പ്രയാസം തന്നെയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതേസമയം അവരെന്ത് പറഞ്ഞാലും ചെയ്താലും അവർക്ക് ഇന്ന കാരണം കൊണ്ടായിരിക്കും, അവർക്ക് അറിയാത്തോണ്ടായിരിക്കും, അവരുടെ സാഹചര്യം അതുകൊണ്ടായിരിക്കും, പുറത്തെടുത്തേക്കാം, അല്ലെ? അപ്പൊ സാരല്ല, പോട്ടെ, അള്ളാഹ്ക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ ആ ഒരു നിമിഷത്തിന്റെ പ്രശ്നം അവിടെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. കൗനിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അല്ലെ, ശർഈ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു നിമിഷത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ മുത്തഖിയായിട്ട് പറയുന്നതല്ല കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ശരിക്കും അത്രയേ ഉള്ളൂ കാര്യം. എന്തും സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എനിക്ക് പുറത്തു തരും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ. അവർ ഇന്ന പ്രയാസം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭയങ്കര എളുപ്പമാണ് നമുക്കതിന്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പും ശരിക്കും എളുപ്പമാണ്. കസബത്ത്, ഇക്തസബത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്.
ഇപ്പം നമ്മളെ വീട്ടിനകത്തൊക്കെ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഓരോരുത്തർക്കും നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലുള്ള പ്രയാസമായിരിക്കും അല്ലെ. പുറത്തു പോയാലുള്ള പ്രയാസം നമ്മൾ അധികം ബാധിക്കൂല. നമ്മൾ ഏത് നിമിഷവും നമ്മൾ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാവുക. ചിലപ്പം ഹിദായത്തില്ലാത്ത ആളുകൾ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തരാത്ത ആൾക്കാർ നമ്മളെ വീട്ടിലുണ്ടാവുക, അല്ലെങ്കിൽ വെറുപ്പുള്ള സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ടാവുക അല്ലെ. നമ്മൾ അവർക്കൊരു റീസൺ കൊടുക്കുക. മേ ബി അള്ളാഹ് എനിക്ക് തന്ന ഈ തൗഫീക്ക് അല്ലെ, ഹിദായത്ത് എന്ന് പറയുന്ന തൗഫീക്ക് അവർക്ക് കൊടുക്കാത്തോണ്ടായിരിക്കും അല്ലെ. അവർക്ക് ചിലപ്പോൾ സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ അല്ലെ, അവരിങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും സുബ്ഹാനല്ലാഹ്, ഹിദായത്ത് എന്ന് പറയുന്ന സംഭവം കിട്ടാത്തവർ എത്ര അൺലക്കിയാ അല്ലെ, എത്ര അണ്ടർ പ്രിവിലേജ്ഡാ. കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്കീന്റെ ഒരു സിറ്റുവേഷൻ നമ്മളെ മുമ്പിലേക്ക് വരികയാണ്. അതായത് ഒരു താമസിക്കാൻ വീടില്ലാത്തവന്റെ ഒരു പ്രയാസം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലാത്തവന്റെ ഒരു പ്രയാസം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമായിരിക്കും അല്ലെ അവരെ കുറിച്ച് തോന്നുക. അതിനേക്കാളും വലിയ ഫക്കീറല്ലേ ഹിദായത്ത് ഇല്ലാത്തവൻ അല്ലെ, അതിനേക്കാളും വലിയ സിമ്പതി അല്ലേ നല്ല സ്വഭാവം ഇല്ലാത്തവൻ അർഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പുറത്തുള്ള ഒരു മിസ്കീന്റെ അടുത്ത് തോന്നുന്ന, വീടില്ലാത്തവന്റെ അടുത്ത് തോന്നുന്ന അത്ര പോലും ആ ഒരു സിമ്പതി എന്തുകൊണ്ട് നമ്മളുടെയൊക്കെ വീടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് വെച്ചിട്ടുള്ള മുത്തുകളുടെയും പവിഴങ്ങളുടെയും അടുത്ത് നമുക്ക് തോന്നുന്നില്ല? ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ലേ അത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെ. പകരം നമുക്ക് എന്താ വെറുപ്പ് അല്ലെ. നമ്മൾ തീരുമാനിക്കാണ് അവിടെ കെസബത്ത് വേണ്ട, എനിക്ക് ഇക്തസബത്ത് മതി അല്ലെ, തിന്മ ചെയ്തിട്ട് നേടുന്നത് മതി എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളിൽ നിന്ന് വരിക വെറുപ്പ്, വിദ്വേഷം, കംപ്ലൈന്റ്. അന്നോളം അങ്ങനെ പറഞ്ഞില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ഓളെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. പിന്നെ തിങ്കിങ്ങും പ്ലാനിങ്ങും ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് ചെയ്യും, ഓളോട് അങ്ങനെ പറഞ്ഞാൽ മതി, അപ്പോൾ അടങ്ങും അല്ലെ. എത്ര പ്രയാസം എന്നറിയാം, എത്ര എഫേർട്ടാന്നറിയാം അതിന് ഇക്തസബത്തിന്. സുബ്ഹാനല്ലാഹ്. കെസബത്ത് ഭയങ്കര ഈസിയാ, അങ്ങ് പുറത്തെടുത്തേക്കാം. അവളെ കൊണ്ട് പറ്റായിട്ടായിരിക്കും. നല്ല രീതിയിൽ നല്ല സ്വഭാവം കാണിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഓളുണ്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഓളങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അടുത്ത കൊല്ലം ഓൾ അത് സംഭവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും. ഓളെ പൊരേപ്പാർക്കൽ വരുമല്ലോ, അപ്പൊ ഞാൻ അത് കൊടുക്കൂല, ഓൾ എനിക്ക് തന്നിട്ടില്ലല്ലോ അല്ലെ. അല്ലെങ്കിൽ ഓൾ എന്നോട് അങ്ങനെ വിഷമം പറഞ്ഞില്ല, ഇനി ഞാൻ ഓളെ 4 ആളെ മുമ്പിൽ ഇട്ടിട്ട് പറയും. എത്ര പ്രയാസമെന്നറിയോ ഇത് പ്ലാൻ ചെയ്യാൻ തന്നെ. ഇത് പ്ലാൻ ചെയ്യുന്ന സമയം അത്രയും നമ്മളെ മനസ്സിന് എന്തൊരു ഭാരമാണെന്നറിയോ. ആ സമയം അത്രയും നമ്മുടെ ഹൃദയത്തിൽ അള്ളാന്റെ പേരും അള്ളാന്റെ ഓർമ്മയും നിറയേണ്ട സമയമാണ് നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് നമ്മൾ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുള്ള ഭാരം എന്താണെന്നറിയോ. അത് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനുള്ള ഭാരം എന്താണെന്നറിയോ. ഭയങ്കര പ്രയാസമാണ് ഈ ഇക്തസബത്ത്. എന്നാലും നമുക്ക് ഇഷ്ടം ഇക്തസബത്തിന് വേണ്ടിയിട്ടാണ്. കെസബത്തിനോട് വലിയ താല്പര്യം നമുക്ക് ഇല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോ നിമിഷവും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനും ഞാൻ അവന് താങ്ങാൻ പറ്റാത്തത് കൊടുക്കൂലെന്ന് അല്ലെ. അങ്ങനെ അള്ളാഹു തന്ന ഓരോ സാഹചര്യത്തിലും നമ്മൾ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അത് ആരുടെ ഫോൾട്ടാ? നമ്മളെ ഫോൾട്ടാ. നമ്മളാണ് റോങ് ചോയ്സ് അവിടെ എടുക്കുന്നത്. നമ്മളാണ് അതിൽ തെറ്റായത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവിടെ എടുക്കുന്നത്. ശരിക്കും നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചുറ്റുപാടും എല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, കാരണം അള്ളാഹ്ക്ക് അറിയാം നമ്മളുടെ ഇബാദത്ത് കൊണ്ടൊന്നും കനം തൂങ്ങൂല എന്നല്ലേ. അപ്പം ഇതുപോലത്തെ കുറെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് ഇട്ട് തരാണ്. ഓരോ സിറ്റുവേഷനും അവള് യൂസ് ചെയ്യട്ടെ, എന്നിട്ട് അവള് സമ്പാദിക്കട്ടെ. ലഹാമ കെസബത്ത്, അവൾക്കുള്ളതാണല്ലേ അവള് ചെയ്ത നന്മ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? വഅലൈഹ മക്തസബത്ത്, രണ്ടാമത്തതിനോടാണ് താല്പര്യം. തീരുമാനം നമ്മളെ കയ്യിലാണ്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. റബ്ബേ, നീ ഞങ്ങളെ എന്താണ് അക്കൗണ്ടബിൾ ആക്കരുത്, ഞങ്ങളെ പിടികൂടരുത്. തുആഖിദ്ന ഹംസ ഖാദാൽ മുആഖദ, ആരെങ്കിലും പിടികൂടുക, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് റെസ്പോൺസിബിൾ ആക്കുക, അതിന് പകരം വാങ്ങുക, അവർ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിന് പകരം വാങ്ങുക, അതായത് ബേസിക്കലി ശിക്ഷിക്കുക എന്നുള്ള അർത്ഥം. അപ്പൊ ഞങ്ങള് വിചാരണക്ക് വെക്കല്ലേ, ഞങ്ങൾ ശിക്ഷിക്കല്ലേ. എന്തിന്? ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടാവും. നസീന, നിസ്യാൻ, നൂൻ സീൻ യാ. നിസ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തോ കാര്യം അറിയാം, പക്ഷെ അത് പെട്ടെന്ന് നമ്മളെ ഓർമ്മയിൽ നിന്ന് മിസ്സായി പോവുക, നമ്മളെ മെമ്മറിയിൽ നിന്ന് അത് പെട്ടെന്ന് അതങ്ങനെ മിസ്സായി പോവുക. ഓക്കെ, അങ്ങനെ മിസ്സായി പോയതിന്റെ പേരിൽ നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് ഓർക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിസ്യാൻ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചിലരെ അടുത്ത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മോശമായിട്ട് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കും, ഇല്ല നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെയൊന്നും പറയില്ല.
അള്ളാഹിന്റെ തൃപ്തിക്കുള്ള, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള അതേ പറയുള്ളൂ ഒക്കെ നമ്മൾ തീരുമാനിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും അതേ ആള് നമ്മളെ മുമ്പിൽ വന്നിട്ട് ഓര് പറഞ്ഞ അതേ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സംഭവം മറന്നു പോകും. സുബ്ഹാനല്ലാഹ് അല്ലേ. നല്ലോണം നിക്കണം എന്നും അല്ലെ, അപ്പൊ അവർക്ക് പുറത്തു കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചൊക്കെ നമുക്ക് അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടാവും. ആ ഒരു ദേഷ്യവും വെറുപ്പും നിരാശയൊക്കെ അങ്ങോട്ട് വരും. ആ ഒരു ഫ്ലാഷ് ബാക്ക് വരും. അവർ പണ്ട് നമ്മളെ അടുത്ത് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എന്നിട്ട് നമ്മൾ വീണ്ടും അതേപോലെ നമ്മൾ മോശമായിട്ട് ചിലപ്പോൾ അവരുടെ അടുത്ത് പെരുമാറും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മളിപ്പം ശരയ്യായ ഒരു കാര്യം പറയാം, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തീരുമാനിക്കുകയാണ് ശരിക്കും നല്ല കോൺസെൻട്രേഷനിൽ, അല്ലെങ്കിൽ തീരെ അനങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി കഴിയുമ്പോഴേക്കും മൂപ്പര് വരുമല്ലോ അല്ലെ, ഹിൻസപ്പ് വരും, അല്ലെങ്കിൽ ഇബ്ലീസ് പല രീതിയിൽ വരും. അറിയാണ്ട് അവിടെ ചൊറിഞ്ഞ് ഇവിടെ മാന്തി അവിടെ നോക്കി ഇവിടെ നോക്കി കുറച്ച് കഴിയുമ്പോഴാണ് അള്ളാഹ് മറന്നുപോയല്ലോ, സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലെ. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ബിസ്മി പറയണമെന്ന് ഭക്ഷണം എടുക്കുമ്പോൾ വിളമ്പുമ്പോൾ ഒക്കെ ഓർമ്മ ഉണ്ടാവും. പക്ഷെ കഴിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ മറന്നു, പകുതി എത്തുമ്പോഴാണ് ഓർമ്മ വരിക. കാരണം നമ്മള് മനുഷ്യന്മാരാണ്, നമുക്ക് മറന്നു പോകും. ഔ ഖത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിർക്കുക അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുക, നീ അതിന് ഇന്റൻഷനോട് കൂടി അല്ലാതെ, അതായത് തെറ്റ് ചെയ്യണം അനുസരണക്കേട് കാണിക്കണം എന്ന് ഉദ്ദേശിക്കാതെ നമ്മളെ കയ്യിൽ നിന്നും പറ്റിപ്പോണ കാര്യങ്ങൾ. അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ മറന്നിട്ടാവാം, ചിലപ്പം എങ്ങനെ നമ്മൾ ശരി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും സിറ്റുവേഷൻസിൽ നമ്മൾ ചെന്ന് പെട്ടിട്ട് നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോവാ, ലാസ്റ്റ് നിമിഷം വരെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വിട്ടുപോകാം. അല്ലെങ്കിൽ നമുക്കൊരു വീക്ക്നെസ്, എന്തെങ്കിലും രീതിയിലുള്ള വീക്ക്നെസ് കാരണം നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് മനഃപൂർവ്വമല്ലാതെ നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകൾ. അപ്പൊ അള്ളാഹുവെ നീ ഞങ്ങൾ അതിന് അക്കൗണ്ട് ചെയ്യല്ലേ, ഹിസാബ് ചെയ്യല്ലേ, ഞങ്ങൾക്ക് മറന്നു പോയാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയാൽ. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ നമുക്ക് മറന്നു പോകും. റബ്ബേ വലാ തഹ്മിൽ അലൈന, ഞങ്ങളുടെ മേല് നീ വഹിപ്പിക്കല്ലേ. ഹാമയും ല ക്യാരി ചെയ്യുക, ഹാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്റൻ ഒരു ഭാരം, ഖമാ ഹമൽതഹു നീ വഹിപ്പിച്ചതുപോലെ അലല്ലദീന മിൻ ഖബ്ലിന ആരെ മുമ്പ് ഉള്ളവരെ, ഓക്കെ, ഞങ്ങളുടെ മുമ്പ് പോയവരൊക്കെ വഹിപ്പിച്ചതുപോലെയുള്ള ഒരു ഭാരം നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇസ്ര എന്ന് പറയുമ്പോൾ ഹംസ സ്വാദ് റ. ഇസ്ര എന്ന് പറഞ്ഞാൽ ഒരാളെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കാക്കി നിർത്തുന്ന തരത്തിലുള്ള ഒരു ഭാരം, ഭയങ്കര ഹെവിയാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമ്മളെ സ്ലോ ഡൗൺ ചെയ്യിക്കും അല്ലെങ്കിൽ നമ്മളെ നിർത്തിക്കളയുന്ന രീതിയിലുള്ള ഒരു ഭാരം. അപ്പൊ പറയണ അള്ളാഹുവെ നീ അതുപോലെ ഞങ്ങളെ സ്ലോ ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രയാസം നീ ഞങ്ങൾക്ക് തരല്ലേ. കാരണം പഴയ ജനറേഷന്, പഴയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് തരല്ലേ. അത് രണ്ടു തരത്തിലും ആവാട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളുടെ അർത്ഥത്തിലും, ഐ മീൻ ഭാരമേറിയ കൽപ്പനകൾ കൊടുത്തിട്ടും ആവാം, അല്ലെങ്കിൽ ഭാരമേറിയ പണിഷ്മെന്റ് ശിക്ഷകൾ കൊടുത്തിട്ടും ആവാം. ഓക്കെ, ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ, അത് രണ്ട് രീതിയിലും റബ്ബെ നീ ഭാരമേറിയ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സംഭവം തന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാക്കാൻ, അതായത് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രയാസമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു കോഴ്സൊക്കെ തന്നെ സുബ്ഹാനല്ലാഹ് നമ്മൾ കുറേ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് പലർക്കും പല കാരണങ്ങളാൽ നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അത് അവർ നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ഇറങ്ങിയിട്ട് പോലും പലതരത്തിലുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, തിരക്കുകളൊക്കെ ആയിട്ട് പലർക്കും നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇസ്റുകളാണ് അല്ലെ, അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഭാരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭയങ്കര പ്രയാസമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭാരം. അപ്പം അങ്ങനെയുള്ളതൊന്നും അള്ളാഹുവെ നീ തരല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മൾ ആഫിയത്തിന് വേണ്ടിയിട്ട് ചോദിക്കണം, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചോദിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം അല്ലെ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പോലും എളുപ്പമായെങ്കിലേ നമുക്ക് ദീനിനെ വേണ്ടിയിട്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ അല്ലെ. ദുനിയാവ് ഭയങ്കര പ്രയാസമാണെങ്കിൽ നമുക്ക് ദീനും പ്രയാസമായിട്ട് മാറും. ദുനിയാവിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽഡ് ആണെങ്കിലേ നമുക്ക് ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും അള്ളാഹിനോട് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ തിന്മകൾ കാരണം റബ്ബേ നീ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കല റബ്ബെ, നീ അതൊക്കെ ഞങ്ങൾക്ക് പുറത്തുതാ. റബ്ബന വലാ തുഹമ്മിൽന മാ ലാ താഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താങ്ങാൻ ശേഷിയില്ലാത്തത്, ഞങ്ങൾക്ക് താക്കത്തില്ലാത്തത് നീ ഞങ്ങൾക്ക് തരല്ലേ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത കാര്യങ്ങൾ നീ ഞങ്ങളുടെ മേല് ഇമ്പോസ് ചെയ്യില്ല, ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് പലപ്പോഴും അല്ലെ, നമ്മൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കമ്മിറ്റ്മെന്റ്. സുബ്ഹാനല്ലാഹ്. ദീനി കാര്യങ്ങളിലാണെങ്കിലും
നമ്മുടെ ജീവിതത്തിൽ അല്ലെ, ഷെറഈ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കൗനി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ദീനിലുള്ള കൽപ്പനകളാണെങ്കിലും ഈവൻ ദുനിയാവിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളാണെങ്കിലും റബ്ബേ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത് നീ തരല്ലേ സുബ്ഹാനല്ലാഹ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് നീ തരല്ലേ. അള്ളാഹു ആണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതും കൽപ്പിക്കുന്നതും അല്ലെ. അപ്പം ഈസി ആയിട്ടുള്ള സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നീ തരണേ. ഞാൻ തോറ്റു പോകുന്ന കാര്യങ്ങൾ മാത്രം നീ എനിക്ക് തരല്ലേ. വഅഫു അന്ന, നീ പുറത്തതാ. വഗ്ഫിർ ലനാ വർഹംന, ഞങ്ങൾക്ക് പാപമോചനം എന്താ, ഞങ്ങൾക്ക് കാരുണ്യം എന്താ. വഅഫു അന്ന, അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയച്ചു കളയലാണ്. ഓക്കെ, അത് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മയച്ചു കളയ, അതുപോലെ ഞങ്ങൾക്ക് നീ പുറത്തുതാ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ അല്ലെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്തതുണ്ട്, ഞങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർക്ക് നീ ഞങ്ങൾക്ക് മയച്ചതാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിപ്പോയ കുറേ തെറ്റുകളുണ്ട്, ശരിക്കും തിന്മകളാണെന്ന് അല്ലെ നമുക്ക് ബോധ്യമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ചെയ്തു പോയി. പക്ഷെ റബ്ബേ നീ അതൊക്കെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് മയച്ചതാ. സുബ്ഹാനല്ലാഹ്. പലരുടെയും അവകാശങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാത്തതുണ്ട് അല്ലെ. പലർക്കും അല്ലെ, ചിലപ്പം ചിലരൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉള്ള ചിലർ ഒരു നല്ല പെരുമാറ്റെങ്കിലും അർഹിക്കുന്ന, നല്ല സംസാരമെങ്കിലും അർഹിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും ചിലപ്പം അവരുടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സംസാരം കാരണമാവാം, അവരുണ്ടാക്കുന്ന പ്രയാസം കാരണമാവാം നമുക്ക് ഒരിക്കൽ പോലും അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ട് അല്ലെ. പക്ഷെ അവരുടെ അവകാശങ്ങളിൽ പെട്ടതാണ് അവരോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും റബ്ബെ ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അഫ്വാന, നീ ഞങ്ങൾക്ക് മയച്ചു കളയണം റബ്ബെ, അതങ്ങനത്തെ കാര്യങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണം. വഗ്ഫിർലന, സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ മിസ്റ്റേക്സ് നീ പുറത്തു. വർഹംന, നിന്റെ കാരുണ്യം അല്ലേ, ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും, അതായത് ഞങ്ങൾ പുറത്തിട്ട് നീ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തന്നിട്ടില്ലേ ഞങ്ങൾ വീണ്ടും ആ തെറ്റിൽ ചെന്ന് പെട്ടുപോകും അല്ലെ. നീ പുറത്തു തരണേന്ന് മാത്രമല്ല, നീ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം തരണം. കാരണം വീണ്ടും ആ തിന്മ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പകരം ആ തിന്മയിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് പഠിച്ച് അടുത്തടുത്ത ലെവലുകളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പലപ്പോഴും ഒന്ന് പൊങ്ങി വരും, എന്തെങ്കിലും ഒന്നിൽ പെടും, വീണ്ടും താഴോട്ട് വീഴും, പിന്നെ കുറച്ചു കാലം അവിടെ നിൽക്കും, പിന്നെ പൊങ്ങും, പിന്നെയും വീഴും, പിന്നെയും അത് ഉയർന്നുയർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും പലപ്പോഴും നമുക്ക് മിസ്സാവാറുണ്ട് അല്ലെ. ശരിയായ തൗബ, ശരിയായ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരുണ്യം നീ കാണിക്കുക റബ്ബേ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ഒരേ അവസ്ഥയിൽ നിന്ന് താഴെ വീണ പിന്നെയും മേലെ കയറി, പിന്നെയും താഴെ വീണ പിന്നെയും മേലെ കയറി, പിന്നെ ആ അവസ്ഥയിൽ തന്നെ ഒരു നിൽക്കുന്നതിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഉയർന്നുയർന്ന് പോവാൻ പറ്റണേ റബ്ബേ. വർഹംന, ഞങ്ങളുടെ മേലെ നീ കാരുണ്യം കാണിക്കേ. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ അല്ലെ, നീയാണ് ഞങ്ങളുടെ ഗാർഡിയൻ. മൗല എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, അതായത് വെറും ഹെൽപ്പ്, സഹായം മാത്രമല്ല അതിന്റെ കൂടെ പ്രൊട്ടക്ഷനും കൂടെ തരുന്നതാണ് മൗല. സുബ്ഹാനല്ലാഹ്. വാവ് ലാം യാ, വലി അല്ലെ, വിലായ, ആ വാക്കിൽ നിന്ന് വരുന്ന സംഭവം തന്നെയാണ് മൗല. നീ ഇല്ലാതെ ഞങ്ങൾ ഒന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ സഹായം, നിന്റെ സംരക്ഷണവും ഇല്ലാണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് പൊറുക്കാൻ പോലും അല്ലെ, നമുക്ക് വേറൊരാൾക്ക് പുറത്തു കൊടുക്കാൻ പോലും അള്ളാന്റെ തൗഫീക്ക് വേണം. സുബ്ഹാനല്ലാഹ്. വേറൊരാൾ ബഹുമാനിക്കണമെങ്കിൽ പോലും അള്ളാന്റെ തൗഫീക്ക് വേണം അല്ലെ. ഒരു നന്മ ചെയ്യണമെങ്കിൽ അള്ളാന്റെ തൗഫീക്ക് വേണം, ഒരു തിന്മ ഒഴിവാക്കണമെങ്കിൽ അള്ളാന്റെ തൗഫീക്ക് വേണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഈസി ആക്കണം. അപ്പൊ റബ്ബേ, ഞങ്ങള് വീക്കാണെന്ന് ഞങ്ങൾ നിന്റെ അടുത്ത് പറയാണ് അല്ലെ. അൻത മൗലാന, നീയാണ് ഞങ്ങളെ പ്രൊട്ടക്ടർ, നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇല്ല. ഫൻസുർന, ഞങ്ങളെ നീ ഹെൽപ്പ് ചെയ്യേ. നസ്ർ നൂൻ സാദറ, ഹെൽപ്പ് ചെയ്യുക. അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികളായ കാഫിറുകളായ ആളുകളുടെ മേൽ. അല്ലാഹ്, അത് അവരിൽ നിന്ന് വരുന്ന ഏതൊരു ചലഞ്ചിനും എതിരെ ഞങ്ങളെ നീ സംരക്ഷിക്കുക. ഞങ്ങളുടെ വഴിയിൽ വരുന്ന ഏതൊരു ഓപ്പോസിഷനും ഏതൊരു എതിർപ്പിനും നീ ഞങ്ങളെ സംരക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് വിജയം താ, ഞങ്ങളെ സഹായം താ. ഞങ്ങൾക്ക് കയറാനുള്ള ഏതൊരു മലയിലും അല്ലെ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്നിട്ട് നീ ഞങ്ങളെ സഹായിച്ചാലേ ഞങ്ങൾക്ക് അത് കയറി അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ വീക്കാണ്, നീ സഹായിക്കുക റബ്ബേ അല്ലെ. മാക്സിമം കീഴൊതുങ്ങലാണത്, ഏറ്റുപറയലാണത്. എന്നെ ഒന്നിനും പറ്റൂല, നീ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. റബ്ബിന് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അബദിന്റെ നേച്ചറാണത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ആമന റസൂല് എങ്ങനെയാന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഓരോ വാക്കിലും നമ്മൾ എത്ര നേരം സ്റ്റക്കായി കിടക്കണം എന്നുള്ളത് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ബഖറ കഴിഞ്ഞല്ലേ, ഒരുപാട് കൽപ്പനകളും ഒരുപാട് വിലക്കുകളും അല്ലെ നമ്മൾ കണ്ടു. നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, സ്വീകരിക്കുക, കീഴൊതുങ്ങുക, മാറുക, മാറിക്കൊണ്ടേയിരിക്കുക, തിരുത്തിക്കൊണ്ടേയിരിക്കുക. യെസ്,
പ്രയാസാണ്, ഭയങ്കര പ്രയാസാണ്. എളുപ്പമുള്ള കാര്യമല്ല, ആർക്കും എളുപ്പമുള്ള കാര്യമല്ല, ഒരു മുത്തക്കിക്കും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആർക്കെങ്കിലും എളുപ്പമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, എനിക്ക് എളുപ്പമാണ്, എനിക്ക് നിന്റെ സഹായം വേണ്ടാന്ന്. ഇതെല്ലാവർക്കും ഒരേപോലെ ഇറക്കിയിട്ടുള്ളതാണ് ആമന റസൂൽ. നമ്മൾ വീക്കാണ്. നമ്മൾ വീക്കാന്ന് പറയുമ്പോൾ, ഞാൻ വീക്കാന്ന് പറയുമ്പോൾ എന്റെ ചുറ്റുപാടുള്ളവരും വീക്കാന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരും ഇതുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാന്ന് മനസ്സിലാക്കുക. കുറ്റപ്പെടുത്തലുകളും ജഡ്ജ്മെന്റ്സും മാറ്റിവെക്കുക, ഒന്നിച്ച് നിന്നിട്ട് സുബ്ഹാനല്ലാഹ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീക്കാണ്, നമുക്ക് മറന്നുപോകും, നമുക്ക് മിസ്റ്റേക്സ് പറ്റും, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. എന്താ വേണ്ടത്? പഠിക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അള്ളാന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. എത്ര പ്രയാസമാണ് ഒരു കൽപ്പന എന്ന് തോന്നിക്കഴിഞ്ഞാലും ഇതുവരെ ചെയ്തതൊക്കെയും റബ്ബിന്റെ സഹായത്തോടു കൂടിയാണ്, ഇനി ചെയ്യാൻ പോണതും റബ്ബിന്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് റബ്ബിനോട് സഹായം തേടുക. നമ്മള് ഇൽമിന്റെ അമലില് സുബ്ഹാനല്ലാഹ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ തിരുത്താനുള്ളതും എന്താണ് പുതിയതായിട്ട് കൊണ്ടുവരാനുള്ളതും തൗബ ചെയ്യാനുള്ളതൊക്കെ വേറെ വേറെ സെക്ഷൻ എഴുതുമ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ദുആ എഴുതാൻ പറയാറുണ്ട്. കാരണം ഓരോന്നിനും നമുക്ക് റബ്ബിന്റെ സഹായം വേണം. ഈ ദുആക്ക് നമുക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല അല്ലെ. നമ്മൾ ഒരു ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ തിരുത്താനുണ്ട് എന്ന് അറിയുമ്പോൾ അത് റബ്ബിന്റെ അടുത്ത് ഒരു സെന്റൻസ് ആക്കി, റബ്ബെ ഇന്ന കാര്യം എന്നെ തിരുത്താൻ സഹായിക്കണേ എന്ന് പറയാൻ അല്ലെ, നമുക്കൊരു ദുആ ബുക്കും വേണ്ട. അപ്പൊ നമ്മൾ ഓരോ ആയത്തുകളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോഴും നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളും റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. അള്ളാഹ് എനിക്ക് ആ സഹായം വേണം, അള്ളാഹ് എനിക്ക് ഈ സഹായം വേണം, അള്ളാഹ് ഞാനിത് ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, നീ എനിക്ക് പുറത്തുതാ, എൻ്റെ കയ്യിൽ നിന്ന് വീഴ്ച വരുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല, നീ പുറത്തുതാ. അത് ശരിക്കും എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ചെയ്യണം. പലപ്പോഴും നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ തിന്മ നിർത്തി കഴിഞ്ഞാലും നമ്മൾ ഈ പാപമോചനം എന്നുള്ള സൈഡിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ അള്ളാഹ് പുറത്തോളും അല്ലേ, നമ്മൾ നിർത്തിയല്ലോ, അങ്ങനെയല്ല. ചോദിക്കണം, എടുത്തെടുത്തെടുത്ത് ചോദിക്കണം. തൗബ ചെയ്യേണ്ടടുത്ത് എടുത്തെടുത്ത് തൗബ ചെയ്യണം. അള്ളാഹ് നീ ഞങ്ങൾക്ക് തുടരാനുള്ള അവസരം താ, ഈ തെറ്റ് പറ്റിപ്പോയി, ഇത് തിരുത്താൻ ഇനിയും ഇനിയും നീ അവസരം താ, നീ സഹായിക്കുക, ഈ യാത്രയിൽ നീ ഞങ്ങളെ സഹായിക്കുക, ഈ കമ്മിറ്റഡ് ആയിരിക്കാൻ വേണ്ടി ഇസ്തിഖാമത്തോടു കൂടി മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ സഹായിക്കുക. അപ്പോഴേ ഞങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലെ. ഭയങ്കര ഭംഗിയുള്ള ഒരു ദ്വായാണ് ഈ, ശരിക്കും നമ്മളെ ഭയങ്കര സമാധാനിപ്പിക്കുന്ന ഒരു ദ്വാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ചോ, ഇങ്ങനെ ചോദിച്ചോന്ന് റബ്ബ് പഠിപ്പിച്ചു തരുന്ന. ഓരോ രാത്രിയിലും ശരിക്കും അന്നത്തെ ദിവസത്തിന്റെ മുഴുവനും ഓരോ ദിവസവും നമ്മളുടെ കഴിയുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം അല്ലെ. അന്നത്തെ ദിവസത്തിൽ നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന ദുആണ്. സുബ്ഹാനല്ലാഹ്, ഇത് മതി ശരിക്കും അല്ലെ നമുക്ക് പാപമോചനത്തിന് വേണ്ടിയിട്ട്. അപ്പം ഓരോ ദിവസവും നമുക്ക് നമ്മളെ മനസ്സിൽ കൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തെറ്റാണെന്ന് മനസ്സിലാവുമ്പം അത് തിരുത്തി അപ്പൊ തന്നെ പാപമോചനം നേടി പോയി 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 രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ദ്വാ ശരിക്കും മനസ്സറിഞ്ഞിട്ട് റബ്ബിന്റെ അടുത്ത് പറഞ്ഞിട്ട് ദ്വാ ചെയ്ത് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹൃദയമായിട്ട് അല്ലെ കിടക്കാം. സുബ്ഹാനല്ലാഹ്, സമാധാനമായിട്ട് സന്തോഷമായിട്ട്. സുബ്ഹാനല്ലാഹ്, നെക്സ്റ്റ് ഡേ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി ആവാൻ വേണ്ടിയിട്ട്, കൂടുതൽ അള്ളാഹിന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്, തെറ്റുകൾ പറ്റുമ്പോൾ റബ്ബിന്റെ അടുത്ത് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് എഴുന്നേൽക്കാം. സുബ്ഹാനല്ലാഹ്, സഹാബാക്കള് ഈ ആയത്തിലുള്ള ഓരോ ദുആ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവർ ആമീൻ പറയുമായിരുന്നു. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا آمين واعف عنا واغفر لنا وارحمنا. سبحان الله, എല്ലാം ദുആണ്. ആമീൻ. അങ്ങനെ ഈ ദുആയോട് കൂടി ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ല സൂറത്തുൽ ബഖറ ഓതുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, എല്ലാവരും സൂറത്തുൽ ബഖറയായിട്ട് ബന്ധമുള്ള ആളുകളാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇമ്രാനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യം അല്ലെ. അപ്പം നമ്മളിവിടെ തഫ്സീറൊക്കെ കേട്ട് കഴിഞ്ഞു. കുറെ ആളുകൾ എല്ലാ എക്സാമും എഴുതിയവരായിരിക്കും, എല്ലാം പഠിച്ചവരായിരിക്കും. പക്ഷേ നമ്മളിപ്പോഴും സൂറത്തുൽ ബഖറ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. സൂറത്തുൽ ബഖറയും ആൽ ഇമ്രാനും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നിർത്താൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ആൽ ഇമ്രാനുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കാരണം ഇത് രണ്ടും എന്താണ്, ലൈറ്റുകളാണ് അല്ലെ. യൗമുൽ ഖിയാമയിലെ ഷെയ്ഡാണ്, മേഘങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് പക്ഷിക്കൂട്ടങ്ങളായിട്ട് നമുക്ക് തണല് വിരിക്കാൻ വേണ്ടി യൗമുൽ ഖിയാമയിൽ നമുക്ക് ആദരവ് തരാൻ വേണ്ടിയിട്ട് വരുന്ന രണ്ട് മേഘങ്ങളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ നമ്മള് സമഅന വ അതഅനയുടെ ആളുകളാവണം. സുബ്ഹാനല്ലാഹ്. യെസ് സഹ്റാവീൻ,
അപ്പം പഠിക്കുക, ഓതുക, പഠിച്ചുകൊണ്ടിരിക്കുക, നിർത്തണ്ട. ഓക്കെ, സൂറത്തുൽ ബഖറ പഠിച്ചുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആൽ ഇംറാനുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ സൂറത്തുൽ ബഖറയെ കുറിച്ചുള്ള മറ്റു പല ഹദീസുകളും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് പഠിക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഓതുന്നതിൽ അത് വായിക്കുന്നതിൽ അനുഗ്രഹം ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്തുണ്ട്. അതിനെ ഇഗ്നോർ ചെയ്താൽ വിഷമം, സങ്കടം ഉണ്ടെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഡിപ്രഷൻ വരുന്ന രീതിയിലുള്ള അതായത് സൂറത്തുൽ ബഖറയെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാവുന്ന. ഇവിടെ തുടക്കം മുതലേ ഉള്ള ആളുകൾ എത്ര പേരുണ്ട്? സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ ആയത്ത് മുതലുള്ളത്. വെറുതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ. സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങളൊന്നും ഇപ്പം വിഷമത്തിന്റെ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. ഒരുപാട് സമാധാനവും സന്തോഷവുമുള്ള ആളുകളാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് വിഷമങ്ങൾ ഇപ്പം ലൈറ്റായി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലെ. ഇനിയും ഒരുപാട് സന്തോഷം നമുക്ക് വേണ്ടേ. സുബ്ഹാനല്ലാഹ്. ആൻഡ് സൂറത്തുൽ ബഖറ ബത്തലയായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റൂല, അവർക്ക് ഇതിനെ നേരിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തിനാ ബാത്തിലായിട്ടുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? അവർക്ക് ഇതിനെ നേരിടാൻ പോലും പറ്റില്ല. അത്രയും വലിയ സ്ട്രെങ്ത് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ സൂറത്തുൽ ബഖറയെ നമ്മൾ വിടണ്ട, അത് നമുക്ക് കുറ്റബോധമായി മാറും അതിനെ വിട്ട് കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം പഠിക്കാത്തവര് ആദ്യം മുതലേ തുടങ്ങാം, ഹിഫ്ലാക്കാത്തവര് തുടങ്ങാം, ഹിഫ്ള് ചെയ്തവര് റിവൈസ് ചെയ്യാം. വീണ്ടും 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 ക്ലാസ്സുകൾ, ഇനി ഈ ക്ലാസ് എന്നല്ല വേറെ ഏതെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും കേൾക്കാൻ പറ്റും കേൾക്കുക, ചിന്തിക്കുക, റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തദബ്ബുർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഈ ഒരു കുറ്റബോധം, ബക്കറയും ആൽ ഇംറാനും ഒന്നും ഒഴിവാക്കിയുള്ള കുറ്റബോധം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പം അത് മിസ് ഔട്ട് ആക്കാതെ മരണം വരെയും ഇത് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ജീവിതത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച നമുക്ക് സാധാരണത്തെ പോലെ എക്സാം ഉണ്ടാവും, ഇന്ന് വരെയുള്ള ആയത്തുകളും. പിന്നെ അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ബുധനും വ്യാഴവും റിഫ്ലക്ഷൻ സെഷൻ, സ്റ്റുഡന്റ് റിഫ്ലക്ഷൻ സെഷൻ ആണ്. ഇൻഷാ അല്ലാഹ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാനുള്ള റിഫ്ലക്ഷൻ ആണ്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ ബഖറ ജേണി ആദ്യം മുതലുള്ളവരെന്ന് ഞാൻ പറയുന്നില്ല, ഇടക്കുന്ന കയറിയവർക്കൊക്കെയും ഒരു 10 മിനിറ്റ് മാക്സിമം ആ രീതിയിൽ കുറച്ച് ആളുകൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ, അത് ഒരുപാട് വലിച്ചു നീട്ടാണ്ട് ലൈക്ക് യൂട്യൂബിൽ ഇടാനുള്ള കാരണം നമുക്കത് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്കും കൂടെ അത് പ്രയോജനപ്രദമാകും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബുധനും വ്യാഴവും ഇത് ഈ സമയത്ത് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്ന് സംസാരിക്കാം, റെക്കോർഡ് ചെയ്യാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന് അടുത്ത ആഴ്ച, ഡേറ്റ് കറക്റ്റ് തീരുമാനമൊന്നും ആക്കിയിട്ടില്ല, ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരു ഓൺലൈൻ വീഡിയോ മീറ്റിംഗ് വിചാരിക്കുന്നുണ്ട്. ഓൺലൈൻ വീഡിയോ ആണ് കേട്ടോ, ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ അല്ല. ബക്കറ കംപ്ലീഷന്റെ ഇൻഷാ അല്ലാഹ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. നമുക്കൊരു ഇതുപോലെ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത്, നമ്മൾ ലേഡീസ് മാത്രമായിട്ടുള്ള, അതിന്റെ റെക്കോർഡിംഗ് ഒന്നും എവിടെ ഇടുവൊന്നുമില്ല ഇൻഷാ അല്ലാഹ്, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച നമുക്ക് ആൽ ഇംറാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിവില്ല ആർക്കെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആൽ ഇംറാൻ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഓക്കെ, പുതിയ സൂറത്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ ആളുകൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യും. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബേ, നീ തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹിദായത്ത് കിട്ടൂലായിരുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, എത്ര നന്ദി കാണിച്ചാലും നമുക്ക് മതിയാവില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇത് നിലനിർത്തട്ടെ. ഇതിന്റെ ലെസൺസ് നമ്മളെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാൻ വേണ്ടി വീണ്ടും 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 ശ്രമിക്കാൻ വേണ്ടി, വീണ്ടും വീണ്ടും തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി, ആ തൗബ ചെയ്യുന്നതിലൂടെ അടുത്തടുത്ത ലെവലുകളിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് തരട്ടെ. ഇതിലെ പാഠങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്നതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്കും എളുപ്പവും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. നമ്മളുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ ഇതിന്റെ വെളിച്ചം അല്ലെ. നമ്മൾ തഫ്സീറിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് ടോർച്ചടിക്കില്ല, അകത്തുനിന്നും പുറത്തേക്ക് വെളിച്ചം പകർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ നൂറ് സ്വദരി എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെയൊക്കെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ വെളിച്ചം പുറത്തേക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഭംഗിയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك
ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.